ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MJ's നോളജ്. അപ്പം ഞാൻ MJ. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ +2കാർക്ക് മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. 1, 2 ഇട്ടിട്ടില്ല. നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. 3ലേക്ക് നമ്മൾ നേരെ ചാടിയത്. ഇനി നേരെ 4ലേക്ക് ചാടാൻ പോകുക, ഡിറ്റർമിനൻസിലേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രിക്സിൻ്റെ തുടർച്ചയായ പാഠം തന്നെയാണ് ഡിറ്റർമിനൻസ്. അപ്പോൾ മാട്രിക്സ് പഠിച്ച പാട് ഡിറ്റർമിനൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും സെറ്റായി. കാരണം ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ നമ്മൾ കയ്യിൽ ഒതുക്കി. ഇനി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. മാട്രിക്സ് പഠിച്ച ഒരാൾക്ക് മാത്രമേ എന്ത് പഠിക്കാൻ പറ്റുള്ളൂ, ഡിറ്റർമിനൻസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മാട്രിക്സ് പോയിട്ട് കാണാം. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തുതരാം. നിങ്ങൾക്ക് മാട്രിക്സ് കാണാത്തവരാണെങ്കിൽ പോയി ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് നേരെ ലാഗ് അടിപ്പിക്കാതെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ കുറച്ച് എടുക്കുള്ളൂ. കാരണം ഈ ചാപ്റ്റർ അധികം മാട്രിക്സിൻ്റെ അത്ര ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, കൺസെപ്റ്റ് ഒക്കെ പറയാനുണ്ട്, എന്നാലും കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം എങ്ങോട്ട് പോവാം, ഡിറ്റർമിനൻസിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ +1ൻ്റെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാത്സ് ആണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഫിസിക്സ് തുടങ്ങാം, നോക്കാം നമുക്ക് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി നമ്മൾ ഫിസിക്സ് എന്നാ തുടങ്ങുന്നതെന്ന് ചോദിക്കുന്നവരോട്, ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം, ഇത് എന്നാണോ ഇറങ്ങുന്നത് അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പറ്റുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്സ് അപ്ലോഡ് ചെയ്യും. കാരണം ഓണത്തിന് മുന്നേ, ഓൺ എക്സാമിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യും, +1ൻ്റെ ഓൺ എക്സാമിനുള്ളത് കംപ്ലീറ്റ് ചെയ്യും. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ലാഗ് അടിപ്പിക്കാതെ വേഗം വീഡിയോയിലേക്ക് പോകാം. സോ കം. അപ്പം നമ്മൾ ഡിറ്റർമിനൻസിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ വെച്ച് ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ചേർക്കാൻ വിചാരിച്ചിട്ടാണ് അത് അവിടെ ഒഴിവാക്കിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിറ്റർമിനൻറ്റിലൂടെ നമ്മൾ ഇൻവേഴ്സും കൂടി പഠിപ്പിക്കും. അവിടെ ആ ഒരു കൺസെപ്റ്റ് ഉള്ളൂ, AB ഇൻവേഴ്സ് = A ഇൻവേഴ്സ് B ഇൻവേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുതരാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻവേഴ്സ് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. 2 മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം I ആണ് കിട്ടുന്നതെങ്കിൽ, അഥവാ ഐഡന്റിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ, ആ ഒരു രണ്ടാളും ഇൻവേഴ്സ് ആണെന്ന് പറയാം സിമ്പിളായിട്ട്. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ ആണ്. അപ്പോൾ ഡിറ്റർമിനൻസ് ആണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. മാട്രിക്സ് കഴിഞ്ഞാൽ ഇവിടെ എളുപ്പമുള്ള ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻസ് ആണ്. അധികം പെട്ടെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ പെട്ടെന്ന് കിട്ടാവുന്ന ചാപ്റ്റർ ഏതാ, ഡിറ്റർമിനൻസും മാട്രിക്സും ആണ്. മാട്രിക്സ് പഠിച്ചവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഡിറ്റർമിനൻസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാട്രിക്സിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. നിങ്ങൾ ആദ്യം പോയി വൃത്തിക്ക് കണ്ടുവരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, ഡിറ്റർമിനൻറ്റ് പറ്റുള്ളൂ. കാരണം ഡിറ്റർമിനൻറ്റ് എന്താണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാട്രിക്സിൻ്റെ ഒരു സ്പെസിഫിക് വാല്യൂ ആണ്, അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ ആണ്. എന്ത് ഡിറ്റർമിനൻറ്റ്, ഏത് മാട്രിക്സിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, 3ാമത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു, 3ാമത്തെ ചാപ്റ്റർ മാട്രിക്സ് ആണ്. ആ മാട്രിക്സ് നമ്മൾ ടൈപ്സ് ഓഫ് മാട്രിക്സ് പഠിച്ചപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയർ മാട്രിക്സ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്, സ്ക്വയർ മാട്രിക്സ് എന്താണെന്ന് അറിയണം. സ്ക്വയർ മാട്രിക്സ്, അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എന്താ സ്ക്വയർ മാട്രിക്സ്. സ്ക്വയർ മാട്രിക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാ മാട്രിക്സിൻ്റെയും സ്പെസിഫിക് അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ അല്ല ഡിറ്റർമിനൻറ്റ്. സ്ക്വയർ മാട്രിക്സിന് മാത്രം ഉണ്ടാവുന്ന ഈ എന്താ പറയുക, ഓൺലി സ്ക്വയർ മാട്രിക്സസ് ഹാവ് ഡിറ്റർമിനൻസ്. സ്ക്വയർ മാട്രിക്സിന് മാത്രം ഉണ്ടാകുന്ന ഒരു യുണീക്ക് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിറ്റർമിനൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് സ്ക്വയർ മാട്രിക്സ്? സ്ക്വയർ മാട്രിക്സ് ഇസ് എ മാട്രിക്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ എന്താ റോ എന്താ കോളം എന്ന് കാര്യത്തിലുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് പറയാൻ ടൈമില്ല. അപ്പം ഒരു മാട്രിക്സിൽ നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളം ഈക്വൽ ആണെങ്കിൽ, നിരകളും വരികളും ഈക്വൽ ആണെങ്കിൽ അത്തരം മാട്രിക്സിനെയാണ് എന്തെന്ന് വിളിക്കുക, അത്തരം മാട്രിക്സ് ആണ് എന്ത്, സ്ക്വയർ മാട്രിക്സ്. അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയായിരുന്നു, AIJ മാട്രിക്സ് AIJ = n/n or m/m എന്നൊക്കെയാണ്. കാരണം ഇത് രണ്ടും സെയിമാ. എന്താണ് ഇത് രണ്ടും സെയിമാ, എന്താണ് ഓർഡർ സെയിമാ. മാട്രിക്സിലെ റോയിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക, n/n. അഥവാ നമ്മൾ സാധാരണ പറയുന്ന കാര്യം, എങ്ങനത്തെ മാട്രിക്സ് ഇതിൽ പറ്റുള്ളൂ, 1/1 മാട്രിക്സ് പറ്റും, 2/2 മാട്രിക്സ് പറ്റും, 3/3 മാട്രിക്സ് പറ്റും, 4/4. അങ്ങനെ ഒരേ നമ്പർ ഓഫ് റോസ് ഒരേ നമ്പർ ഓഫ് കോളംസും ഉള്ള മാട്രിക്സ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിറ്റർമിനന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ദ നമ്പർ അത് റിയൽ ആവാം, കോംപ്ലക്സ് അഥവാ ഇമാജിനറി നമ്പർ ആവാം, I ഒക്കെ വരുന്ന നമ്പറാണ് കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്പർ അസോസിയേറ്റഡ് വിത്ത് എ സ്ക്വയർ മാട്രിക്സ് ഇസ് കോൾഡ് ഡിറ്റർമിനന്റ്. അപ്പം ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു നമ്പറാണ് എന്തുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ സ്ക്വയർ മാട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിറ്റർമിനന്റ് എന്ന് വിളിക്കുക.
അപ്പൊ ഞാൻ വെറുതെ ഒരു സ്ക്വയർ മാട്രിക്സ് എഴുതുകയാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ സ്ക്വയർ മാട്രിക്സ് എഴുതുകയാണ്. അപ്പം എ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെറുതെ എ ഇട്ട് കഴിഞ്ഞാൽ ഇതിനർത്ഥം മാട്രിക്സ് എ എന്നാ. വെറുതെ എ ഇട്ട് കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താ? മാട്രിക്സ് എ. അപ്പം ഈ മാട്രിക്സ് എ ഞാൻ എന്ത് എഴുതാൻ പാടുള്ളൂ? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ മാട്രിക്സ് എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഒരു സ്ക്വയർ മാട്രിക്സ് എഴുതുകയാണ്. 1 2 3 4. ഇതാണ് എന്റെ സ്ക്വയർ മാട്രിക്സ്. ഇത് ഏത് സ്ക്വയർ മാട്രിക്സ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഇതൊരു 2x2 സ്ക്വയർ മാട്രിക്സ് ആണ്. കാരണം എന്താ? ഇതില് 2 റോ ഉണ്ട്. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാ റോ. ഇതും ഒരു റോ ആണ്. അപ്പൊ 2 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. നോക്കി, 2 കോളം ഉണ്ട്. രണ്ട് കോളം ഉണ്ട്. ഒരു 2 കോളം ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി 2 റോ ഉണ്ട്. അപ്പൊ ഇത് എത്ര ഉണ്ട്? 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് എഴുതുന്നത്? ഓർഡർ എഴുതുന്നത്. ഓർഡർ എങ്ങനെ എഴുതുക എന്നൊക്കെ അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി കാണുക. ഓർഡർ എങ്ങനെ എഴുതുക? നമ്പർ ഓഫ് റോ ഇൻറ്റു കോളമാണ്. വായിക്കൽ എങ്ങനെ? റോ ബൈ കോളമാണ്. അപ്പൊ 2x2 മാട്രിക്സ് ആണ് എഴുതിയിട്ടുള്ളത്. വെറുതെ എന്നിട്ടാൽ മാട്രിക്സ് ചെയ്യാൻ അർത്ഥം. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ എങ്ങനെ കാണാമെന്ന് നോക്കുന്നത്. ജസ്റ്റ് ഡിറ്റർമിനന്റിന് നമ്മൾ ഇങ്ങനെയാ സൂചിപ്പിക്കുക. ഇത് മോഡുലസ് അല്ല, നിങ്ങളെ ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. ദിസ് ഇസ് റീഡ് ആസ്. ഇതെങ്ങനെ വായിക്കാം? ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, ഡിറ്റ് എ എന്ന് സൂചിപ്പിക്കാറുണ്ട്. ചില ബുക്കുകളിൽ ഡെൽറ്റ കാണാറുണ്ട്. ഈ 3 ഇട്ടാലും ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഡിറ്റർമിനന്റിനെയാണ്. നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇല്ല, ഈ ഡിറ്റർമിനന്റിനുള്ളിൽ എന്തിട്ടാ മതി? 1 2 3 4 ഇങ്ങനെ ഇട്ടാൽ മതി. ഇതാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് എ. ഇതിന്റെ വാല്യൂ എങ്ങനെ കാണാന്നൊക്കെ നമുക്ക് ഇതിന്റെ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. അപ്പൊ എന്താണ് മാട്രിക്സ് എങ്ങനെ ഡിറ്റർമിനന്റ് ആക്കി എഴുതാം? അത് ഒഴിവാക്കിയിട്ട് ഡിറ്റർമിനന്റിന്റെ ചിഹ്നമാണത്. ഈ ഡിറ്റർമിനന്റിന്റെ ചിഹ്നത്തിനുള്ളിലുള്ള ആൾക്കാർ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഡിറ്റർമിനന്റ് എന്താണ്? ഒരു യുണീക്ക് വാല്യൂ ആണ്. ആരുടേതാണ് യുണീക്ക് വാല്യൂ? സ്ക്വയർ മാട്രിക്സിന് മാത്രം ഉണ്ടാകുന്ന ഒരു യുണീക്ക് വാല്യൂ ആണ് എന്ത്? നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഇങ്ങനെ, അത് സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഡിറ്റർമിനന്റ്. 2 മോഡുലസിന്റെ പോലത്തെ ചിഹ്നമായിട്ട്, പക്ഷെ ഡിറ്റർമിനന്റ് എന്ന് വായിക്കുക. ഡിറ്റർമിനന്റ് എ, ഇത് ഡിറ്റ് എ എന്ന് വായിച്ചാൽ ഡിറ്റർമിനന്റ് എ എന്നാണ്. ഡെൽറ്റ ഇട്ടാലും അതാണ്. അപ്പം എന്തിനു മാത്രം ഉണ്ടാവുള്ളൂ? സ്ക്വയർ മാട്രിക്സ് എന്താണെന്ന് അറിയാത്തതുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ പോയി കാണുക. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയ ഒരു മാട്രിക്സ് ഉണ്ട്. അഥവാ 2x2 മാട്രിക്സ്, 3x3 മാട്രിക്സ്, 1x1 മാട്രിക്സ് പോലത്തെ മാട്രിക്സുകളാണ് എന്ത്? സ്ക്വയർ മാട്രിക്സുകൾ. അങ്ങനത്തെ മാട്രിക്സിന് മാത്രം ഉണ്ടാവുന്ന വാല്യൂ ആണ് എന്ത്? നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് 2 കോളം 2 റോ ഉണ്ട്. അഥവാ ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ നടുക. അപ്പൊ 1 2 3 4 എന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി എങ്ങനെയാണ്? അഥവാ ഡിറ്റർമിനന്റ് എന്താണ്? ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത്? ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ്. ആ നമ്പർ ഏതാണ്? ഓരോ സ്ക്വയർ മാട്രിക്സിൽ ഉണ്ടാവുന്ന സ്പെസിഫിക് അല്ലെങ്കിൽ ആ യുണീക്ക് നമ്പർ എങ്ങനെ കാണാം എന്നാണ് നമ്മൾ ഇനി കണക്കാക്കുന്നത്. എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെയാണ്. അപ്പൊ വേഗം ചെയ്യാം, നമുക്കതൊന്ന് നോക്കാം. ഇതാണ് നമ്മളെ ഡിറ്റർമിനന്റ് കാണാനുള്ള പരിപാടി. ഇനിയാണ് നമ്മൾ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാൻ നോക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഡിറ്റർമിനന്റ് കാണാനുള്ളത് 1x1 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണം, 2x2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണം, 3x3 കാണണം. ഇതിൽ 1x1 പഠിക്കാനൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. കാരണം 1x1 നിങ്ങൾ ബുക്കിൽ ഒറ്റ ലൈൻ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 1x1 നിങ്ങൾക്ക് എവിടെ ചോദിക്കത്തില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ എന്താണ് എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 1x1 മാട്രിക്സ് എടുക്കുകയാണ്. ജസ്റ്റ് എ ഈക്വൽ ടു ഈ ഇതിനുള്ളിൽ എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു 1x1 മാട്രിക്സ് ആണ് ഞാൻ എടുക്കുന്നത്. കാരണം എന്താ? ഇതിന്റെ റോ ഒന്നേ ഉള്ളൂ, കോളം ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു 1x1 മാട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു എന്താ? ഇതിനുള്ളിൽ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ പറ, ഇതാണോ ഡിറ്റർമിനന്റ്? അല്ല, ഡിറ്റർമിനന്റ് എങ്ങനെ കാണാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു നമുക്ക് അങ്ങനെ സൂചിപ്പിച്ചു, അതിനുള്ളിലുള്ള ആൾക്കാർ ഇട്ട് കൊടുത്തു. ഇനി 1x1 മാട്രിക്സിന്റെ യുണീക്ക് വാല്യൂ എന്താ പറ? ഇതിനുള്ളിലുള്ള അതേ സാധനം എടുത്ത് എഴുതിയാൽ മതി. 1x1 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനുള്ളിലുള്ള സാധനം എടുത്ത് എഴുതിയാൽ മതി. അത് തന്നെയാണ് അതിന്റെ യുണീക്ക് വാല്യൂ. ഇനി ഞാൻ വേറൊരു മാട്രിക്സ് തരാം. ബി ഇസ് ഈക്വൽ ടു മാട്രിക്സ് ഒരു 2 ആണ് എന്റെ മാട്രിക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ബി അഥവാ ഡിറ്റർമിനന്റ് ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. കാരണം എന്താ? 1x1 മാട്രിക്സ് ആണെങ്കിൽ ആ ഡിറ്റർമിനന്റിന്റെ ഉള്ളിലുള്ള വാല്യൂ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. അതാണ് ആ യുണീക്ക് വാല്യൂ, അഥവാ അതാണ് ആ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി വേറെ ഏത് മാട്രിക്സ് എന്നാലും എഴുതി കൂടെ. സി ഇസ് ഈക്വൽ ടു എന്താണ്? മാട്രിക്സ് 4 ആണെങ്കിൽ 1x1 ആണ്. സി ഇസ് ഈക്വൽ ടു എന്താണ്? നിങ്ങൾ പറ, സി ഇസ് ഈക്വൽ ടു എന്താണ്?
ഡിറ്റർമിനന്റ് സി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 4 ഈസ് ഈക്വൽ ടു 4 ആണ്. ഇതാണ് കൺസെപ്റ്റ്. 1/1 മാട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള സംഖ്യ തന്നെ ആയിരിക്കും, അഥവാ ആ എ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 2 തന്നെ ആയിരിക്കും, 4 ഏത് സംഖ്യ തരുന്നോ അതായിരിക്കും അതിനുള്ളിലുള്ള വാല്യൂ ആയിരിക്കും ആ ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. 2/2 വേറൊരു മെത്തേഡാണ്, 3/3 വേറൊരു മെത്തേഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നേരത്തെ 2/2ലേക്ക് പോവാം. ഇവിടെ എന്താണ് ഓർഡർ 1 ആയിരുന്നു, അഥവാ 1/1ന്റെ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി 2/2 എങ്ങനെ ഡിറ്റർമിനന്റ് കാണാൻ നോക്കാം. ഓക്കെ ആണേ. അടുത്തതാണ് നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് മാട്രിക്സ് ഓർഡർ 2. ഇനി 2/2 മാട്രിക്സിന് ഒരു യുണീക്ക് വാല്യൂ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ആ യുണീക്ക് വാല്യൂ എങ്ങനെ കാണാൻ നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലൂടെ പോകാം. എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പറയാൻ വെറുതെ ഒരു ഡിറ്റർമിനന്റ് എടുക്കുകയാണ്. ആ ഡിറ്റർമിനന്റ് വെറുതെ ഒരു മാട്രിക്സ് എടുക്കുകയാണ്. 2/2 മാട്രിക്സ് 1 2 3 4 എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാട്രിക്സ് എടുത്തോ. 1 2 3 4 ആണ് എന്റെ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതൊരു 2/2 മാട്രിക്സ് ആണ്. ഓക്കെ ആണ്, ഇതൊരു 2/2 മാട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ആണ് എനിക്ക് കാണേണ്ടത്, അഥവാ ഡിറ്റർമിനന്റ് 1 2 3 4 ആണ് എനിക്ക് കാണേണ്ടത്. പറ, ഡിറ്റർമിനന്റ് ഓഫ് 1 2 3 4 എങ്ങനെ കാണാം, അഥവാ ഡിറ്റർമിനന്റ് എ എങ്ങനെ കാണാം, ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എങ്ങനെ കാണാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1/1 ആയപ്പോൾ എളുപ്പമായിരുന്നു, ഉള്ളിലുള്ള സംഖ്യ തന്നെ ആയിരിക്കും ഡിറ്റർമിനന്റ്. പക്ഷെ നിങ്ങൾ 2/2 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണണമെങ്കിൽ നിങ്ങൾ എന്താ മതി, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവനെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവനെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലൈ തുടങ്ങിക്കോ. എന്താ ചെയ്യേണ്ടത്, ആദ്യം എന്ത് ചെയ്യുക, 1നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എപ്പോഴും ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടാ മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ അഥവാ മേലെ താഴേക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 ആണ്. ഇനി അടുത്ത ആരായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 2. ഓക്കെ ആണ്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ, മേലെ നിന്ന് താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ചിഹ്നം എപ്പോഴും പോസിറ്റീവ്. ഓക്കെ ആണ്. താഴെ നിന്ന് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ചിഹ്നം നെഗറ്റീവ്, അഥവാ 3 × 2 ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചിഹ്നം എന്താണ്, നെഗറ്റീവ് ആണ്. നിങ്ങൾ ഓർക്കണം, എവിടെ ചെയ്യുമ്പോഴും മാട്രിക്സ് അല്ല ഡിറ്റർമിനന്റിൽ എവിടെ ചെയ്യുമ്പോഴും മേലെ നിന്ന് താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പോസിറ്റീവ് ആണ്, താഴെ നിന്ന് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 × 4 4 ആണ്, -3 × 2 എന്താണ് 6 ആണ്, is equal to -2 ആണ് ഈ ഡിറ്റർമിനന്റിന്റെ യുണീക്ക് വാല്യൂ. അപ്പം ഡിറ്റർമിനന്റിന്റെ യുണീക്ക് വാല്യൂ എന്താണ്, ആ ഡിറ്റർമിനന്റ് എന്താണ്, ഡിറ്റർമിനന്റ് മാട്രിക്സിന്റെ യുണീക്ക് വാല്യൂ എന്താണ്, -2 ആണ്. അപ്പം ഇനി വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ട്. എന്താണ്, -1 2 -2 4 ആണ് ഞാൻ എടുത്ത മാട്രിക്സ് എന്ന്. അതായത് നിങ്ങൾ മാട്രിക്സ് എന്ന്, ഇതാണ് എന്റെ മാട്രിക്സ്. എനിക്ക് കാണേണ്ടത് ഡിറ്റർമിനന്റ് ബി ആണ്, ഡിറ്റർമിനന്റ് ഓഫ് ബി. ഞാൻ എപ്പോഴും ഇങ്ങനെ ഡിറ്റർമിനന്റ് ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറ്റ് ബി എന്നിടാം, ഡെൽറ്റ ഇടാം, ഏതിട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഡിറ്റർമിനന്റ് ബി ആണ് എനിക്ക് കാണേണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് -1 2 -2 4 ആണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ, ഇവനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ. അപ്പൊ പറഞ്ഞോ എന്താ സംഭവം, -1 × 4 -1 × 4. ഇനി താഴെ മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള ചിഹ്നം മൈനസ്. ഇനി എന്താണ്, -2 × 2 ആണ്. ഓക്കെ, -1 × 4 -4 ആണ്. മൈനസ് നടുവിൽ മൈനസ് ഉണ്ട്, -2 × 2 -4 ആണ്. ഇതെന്താ വരിക, -4 + 4 ആണ്, -4 + 4 ആണ് is equal to 0. അപ്പം നിങ്ങൾ നോക്കിയടാ, ഞാൻ വെറുതെ ഒരു കൺസെപ്റ്റ് പറയാണ്, വെറുതെ അല്ല, നിങ്ങൾക്കുള്ളൊരു കാര്യം പറയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടപ്പം ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ മാട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ മാട്രിക്സ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, സിംഗുലർ മാട്രിക്സ്. ഓക്കെ ആണ്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടപ്പോൾ ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അത്തരം മാട്രിക്സുകൾ വിളിക്കുന്ന പേരാണ് സിംഗുലർ മാട്രിക്സ് എന്ന്. അല്ലാത്ത മാട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കും, നോൺ സിംഗുലർ മാട്രിക്സ് എന്നൊക്കെ വിളിക്കും. അപ്പൊ നമുക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഓർഡർ 2ന്റെ അഥവാ മാട്രിക്സ് ഓഫ് ഓർഡർ 2ന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ എന്താ മതി, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെട്ടെന്ന് എന്ത് കിട്ടും, ഡിറ്റർമിനന്റിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇനി 3/3 കൂടി നോക്കിയിട്ട് കുറെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ആണേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ 3 അഥവാ 3/3 മാട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കാം. ഞാൻ വെറുതെ ഒരു മാട്രിക്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അവിടെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ട് പെട്ടെന്ന് എഴുതി വെച്ചത്. ഒരു 3/3 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കൽ എങ്ങനെയാണ്, ഡിറ്റർമിനന്റ് എന്താണ്, യുണീക്ക് വാല്യൂ. സ്ക്വയർ മാട്രിക്സ് ഉണ്ടാകുന്ന യുണീക്ക് വാല്യൂ, അത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഡിറ്റർമിനന്റ് എ അഥവാ ഡിറ്റർമിനന്റ് ഓഫ് 1 2 4 -1 3 0
4 1 0. ഈ മാട്രിക്സിന്റെ അഥവാ ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അവിടെ 4 എലമെന്റ് ഉള്ളു. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആരൊക്കെ മിസ്സാവും? ഇവനും മിസ്സാവും, ഇവനും മിസ്സാവും. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഉള്ള അഥവാ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ചില ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഡയമണ്ട് റൂൾ ഒക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡയമണ്ട് റൂൾ ഒന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല, പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ ഒറ്റ മെത്തേഡ് പഠിച്ചാൽ മതി, അത് കാലാകാലം യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണേ? ഞാൻ പറയുന്ന മെത്തേഡ് ഫസ്റ്റ് ഇതാണ്, ഞാൻ എല്ലായ്പ്പോഴും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്. ഇതിലൊരു കോംപ്രമൈസും ഇല്ല, ഇതെല്ലാം ഇപ്പോഴും ശരിയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, എങ്ങനെയാണ് ഒരു 3x3 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യത്തെ റോ വെച്ചിട്ടാണ് എപ്പോഴും കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് കണ്ടുപിടിക്കാം, ഞാൻ എപ്പോഴും ആദ്യത്തെ റോ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ കോൾ എടുക്കാം, രണ്ടാമത്തെ കോൾ എടുക്കാം, മൂന്നാമത്തെ കോൾ എടുക്കാം, ഒന്നാമത്തെ റോ എടുക്കാം, രണ്ടാമത്തെ റോ എടുക്കാം, മൂന്നാമത്തെ റോ എടുക്കാം, ഏത് വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ റോ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ കോളം വെച്ച് ചെയ്യാം. കാരണം ഇത്രയേ ഉള്ളൂ, ചെയ്യുമ്പോൾ മനസ്സിലാവൂട്ടാ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇത്ര ചെയ്യേണ്ടുള്ളൂ. ആദ്യത്തെ റോയില് ആദ്യത്തെ എലമെന്റ് എടുക്കുക, അതാരാ? 1. അപ്പൊ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആളെടുക്കുക 1, അവനെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനടങ്ങുന്ന കോളം, അവനടങ്ങുന്ന റോയും, അവനടങ്ങുന്ന കോളം ഏതാണിത്? അവനടങ്ങുന്ന കോളമാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവൻ ഉൾപ്പെടുന്ന കോളമാണിത്. അവൻ ഉൾപ്പെടുന്ന റോ ഏതാണ്? ഇത്. അതും അങ്ങ് ഒഴിവാക്കുക, അതാണ് മനസ്സിൽ നിന്ന് കളയുക. ബാക്കി ആരാളുള്ളത്? ഇവര്. ഇത് മുതൽ ഇതുവരെയുള്ള ആൾക്കാരുള്ളത്. അത് ആരാളത്? 3 0 1 0. ബാക്കിയുള്ള ആൾക്കാരെ ഡിറ്റർമിനന്റിനുള്ളിൽ എഴുതുക 3 0 1 0. ഇനി ഇതാണ് നിങ്ങൾ ആദ്യത്തെ മെത്തേഡ്. എന്താ ചെയ്യുക, ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് റോ നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ആദ്യത്തെ എലമെന്റിന് എടുക്കുക, അത് 1 ആണ്. അവൻ ഉൾപ്പെടുന്ന റോയും അവൻ ഉൾപ്പെടുന്ന കോളോ അങ്ങ് കളയാം, മനസ്സിന് ഒഴിവാക്കുക. ബാക്കി ആരാളത്? 3 0 1 0. അവരെ ഡിറ്റർമിനന്റിനുള്ളിൽ എഴുതുക. ഇനി ആദ്യത്തെ ആൾക്ക് പ്ലസ്, രണ്ടാമത്തെ ആൾക്ക് മൈനസ്. എന്താണ്? ആദ്യത്തെ ആൾക്ക് പ്ലസ്, പ്ലസ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ആൾക്കാ മൈനസ്. നിങ്ങൾ ചില കുട്ടികൾ ചെയ്യുന്ന തെറ്റെന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ആൾ പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ടുപോയി പ്ലസ് ഇടും. നമ്മൾ എപ്പോഴും മാത്സിൽ ആദ്യത്തെ ആളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റിന് മുന്നിലുള്ളതാണ്, ഫസ്റ്റ് എലമെന്റിന്റെ മുന്നിലുള്ള പൊസിഷൻ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പം ആദ്യത്തെ ആൾക്ക് പ്ലസ്, രണ്ടാമത്തെ ആൾക്ക് മൈനസ്. ഓക്കെ ആണേ? ഇനി പ്ലസ് മൈനസ് എന്ന് പറഞ്ഞു പോയാൽ മതി. ഇനി അടുത്ത എലമെന്റ് എടുക്കുക, രണ്ടാമത്തെ ആൾ എടുക്കുക, അത് 2 ആണ്. ഓക്കെ. ഇനി അങ്ങേര് ഉൾപ്പെടുന്ന റോ, അത് ഇത്. അങ്ങേര് ഉൾപ്പെടുന്ന കോള ഏതാണ്? അത് ഇത്. അതങ്ങ് മനസ്സിന്ന് ഒഴിവാക്കുക. ബാക്കി ആരാളുള്ളത്? -1 ഉണ്ട്, 0 ഉണ്ട്, 4 ഉണ്ട്, 0 ഉണ്ട്. അവരതുപോലെ അങ്ങനെ ഡിറ്റർമിനന്റിൽ എഴുതാം. -1 0 4 0. ഓക്കെ ആണ്. ഇനി അടുത്ത ആൾക്ക് പ്ലസ്. ഓക്കെ ആണേ? പ്ലസ് മൈനസ് പ്ലസ് ഇനിയുണ്ടോ? പ്ലസ് മൈനസ് കൊടുക്കുക. ഓക്കെ ആണേ? അടുത്ത ആളെടുക്കുക. അടുത്ത ആളാര? 4. 4 എടുത്തു. ബാക്കിയുള്ളത് അതടങ്ങുന്ന റോയും അതടങ്ങുന്ന കോളവും മനസ്സിന് ഒഴിവാക്കിയേക്ക്. ബാക്കി ആരുള്ളത്? ഇവരാളുള്ളത്, ഈ ഗ്രൂപ്പാണുള്ളത്. -1 3 4 1 ആണുള്ളത്. -1 3 4 1 ആണ് ബാക്കിയുള്ളത്. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് A = എന്താ എഴുതുക? 1 ഇൻറ്റു നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ ഒരു 2x2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 0 അത് 0 ആണ്. -1 × 0 മേലെ നിന്ന് താഴ്ന്ന് മേലേക്ക് പോകുമ്പോൾ മൈനസ്, അപ്പൊ 0 0 കിട്ടി. ഓക്കെ ആണ്. അടുത്തത് -2 ഇൻറ്റു പറ. -1 × 0 0. 4 × 0 -0. ഓക്കെ ആണ്. 4 × 0 0 ആണ്. അപ്പൊ നടുവിൽ മൈനസ് പ്ലസ്. ഓക്കെ. ഇനി അടുത്ത എന്താ? 4 ഇൻറ്റു -1 × 1 -1 ആണ്. നടുവിൽ മൈനസ്. 4 × 3 അതെന്താണ്? 4 × 3 12 ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾ പറഞ്ഞ ഡിറ്റർമിനന്റ് A = എന്താ ലഭിക്കുക? 1 × 0 - 0 അത് 0 ആണ്. ഓക്കെ. മൈനസ് 2 × 0 - 0 അതും 0 ആണ്. പ്ലസ് 4 ഇൻറ്റു ആരാണിത്? -1 -12 എന്ന് പറയുമ്പം -30. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ 1 × 0 0 -0 പ്ലസ് ഇതെന്താ ലഭിക്കുക? -52 അല്ലേ ലഭിക്കുക? -52 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണ്? -52 ആണ്. ഡിറ്റർമിനന്റിന് യുണീക്ക് വാല്യൂ ഉണ്ടാവുക. ഡിറ്റർമിനന്റ് ഓഫ് 3x3 മാട്രിക്സ് എന്താ കിട്ടിയത്? -52. എന്താ നമ്മൾ ചെയ്തത്? ആകെ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും റോ ഏതെങ്കിലും ഒരു കോളം എടുക്കുക. നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളമാണ്.
കാരണം അത്രേ ഉള്ളൂ. ഇതെടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒന്നാമത്തെ കോൾ എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ? ആദ്യം പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അതങ്ങ് കാണാൻ പഠിച്ചാൽ മതി. പ്ലസ് മൈനസ് അങ്ങനെ കാണാൻ പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ നടുത്തതോ വേറെ ഏതെങ്കിലും എടുക്കുമ്പം എന്താ മിസ്റ്റേക്ക് എന്നറിയോ? നിങ്ങൾ ഡയമണ്ട് റൂൾ അറിയണം. എന്താ ഡയമണ്ട് റൂള്? ഇതാ, ഈ ഒരു മാട്രിക്സിന്റെ ഡയമണ്ടിലുള്ള എലമെന്റ്സിനെ കൺസിഡർ ചെയ്യുക. ഇങ്ങേര് ഇത് ചേർന്ന് ഡയമണ്ട് ഇവിടെ ഉണ്ടായില്ലേ? ഈ ഡയമണ്ടിൽ ഉൾപ്പെടുന്ന എലമെന്റ്സിനെ മൈനസ് കൊടുക്കുക എന്നാ റൂള്. അഥവാ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ ഡയമണ്ടിൽ ഉൾപ്പെടുന്ന ആരെ എടുത്തിട്ടുള്ളത്? 2 അല്ലേ? ഡയമണ്ടിൽ ഉൾപ്പെടുന്ന ഇവിടെ എടുത്തിട്ടുള്ള ആള് 2ക്ക് ഇവിടെ മൈനസ് അല്ല ഇട്ട് കൊടുത്തത് ആണ്. അപ്പൊ ഡയമണ്ടിൽ ആര് വരുന്നോ, ഈ മാട്രിക്സിൽ ഡയമണ്ടിൽ ആര് വരുന്നോ അവരുടെ ചിഹ്നം മൈനസ് ആ. നമ്മൾ എടുത്തപ്പോ ഡയമണ്ടിൽ വന്ന ആള് 2 ആണ്, അഥവാ നടുത്ത ആളാണ് വന്നത്. അപ്പൊ എന്താണ് മൈനസ്? അപ്പൊ എന്താ ഇവിടെ ബെനിഫിറ്റ്? എന്താ? നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. പ്ലസ് മൈനസ് എന്ന് പഠിച്ചാൽ മതി. ആദ്യത്തെ റോ എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്ന് നോക്കിയേ, ഇവിടെ ഡയമണ്ടിൽ ഉൾപ്പെടുന്ന ആൾ ആര് മാത്രം? -1. അയാൾ വന്ന് ഉറപ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് അങ്ങ് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. വേണമെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അതെങ്ങനെ ചെയ്യാം നോക്കിയേ. ഈ ഒരു കോഡ് എടുക്കുക. അപ്പൊ എന്താണ്? ആദ്യത്തെ എലമെന്റ് 1, അങ്ങനെ ഉൾപ്പെടുന്ന റോയും അങ്ങനെ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയാൽ 3010. നോക്കിയേ, ഉൾപ്പെടുന്ന റോ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയാൽ 3010. ഓക്കെ ആണ്. ഇനി ഡയമണ്ട് റൂൾ പ്രകാരം ഇങ്ങനെ പോസിറ്റീവാ, അപ്പൊ നമ്മൾ ഇവിടെ പോസിറ്റീവ് ആണ്. ഇനി ഡയമണ്ട് റൂൾ പ്രകാരം അടുത്ത ആളാരാ? -1 എടുക്കുന്നതെങ്കിൽ അവിടെ മൈനസ് വേണം. -1 ഡിറ്റർമിനന്റ് -1 ഓഫ് ഡിറ്റർമിനന്റ് അങ്ങനെ ഉൾപ്പെടുന്ന റോയും അങ്ങനെ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയ 2410. ഓക്കെ ആണ്. ഇനി അടുത്തത് നോക്കിയാൽ നിങ്ങള് 4 ആണ് അടുത്ത എലമെന്റ്. അത് ഡയമണ്ട് റൂൾ പ്രകാരം പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ +4 ഡിറ്റർമിനന്റ് അങ്ങനെ ഉൾപ്പെടുന്ന റോയും അങ്ങനെ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കി 2430 എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? ഇത് 0 ആയി പോകും. കാരണം 3 × 0 -1 × 0 എന്ന് പറയുമ്പോൾ 0 - 0 ആണ്. 1 × 0 - 0 എന്ന് പറയുമ്പോൾ എന്താണ്? ആ 0 ആണ്. അത് പോയി, നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി ഈ മൈനസ് ചേർത്ത് പ്ലസ് ആയി. അപ്പൊ നിങ്ങൾ എന്താ കിട്ടുക? ബാക്കി 1 × ഡിറ്റർമിനന്റ് ഓഫ് 2 × 0 0 -1 × 4 4. ഓക്കെ ആണ്. +4 ഇതെന്താ കിട്ടുക? 2 × 0 0 -3 × 4 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിയാൽ നിങ്ങൾ 1 × -4 ആണ്. +4 × -12 എന്ന് പറയുമ്പോൾ എന്താണ്? 48 ആണ്. ഓക്കെ ആണ്. 48 ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ഇതെന്ന് പറയുന്നത്? -48 ആണ്. -48. അപ്പൊ ഇത് -52 എന്ന് കിട്ടി. നോക്കി, എങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയമണ്ട് റൂളാണ്. ഡയമണ്ട് റൂൾ പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മെത്തേഡ് പ്ലസ് മൈനസ് ആദ്യം പ്ലസ് തുടങ്ങി പിന്നെ മൈനസിൽ പ്ലസ് മൈനസ്. അപ്പൊ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡയമണ്ട് റൂൾ അറിയണമെങ്കിൽ ഇത്രേ ഉള്ളൂ. നടുവത്തോ ഓരോ റോയിലെയും ഓരോ കോളത്തിലെയും അല്ലെങ്കിൽ ഓരോ റോയിലെയും നടുവത്തെ ആൾക്കാർ എടുത്താൽ മതി. ഒരു ഡയമണ്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഡയമണ്ടിലുള്ള ആൾക്കാർക്ക് മൈനസും ഡയമണ്ടിൽ ഇല്ലാത്ത ആൾക്കാർക്ക് പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. എന്താണ് നമ്മുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മെത്തേഡ് ആണെങ്കിൽ ഒരു പണിയില്ല. പ്ലസ് മൈനസ് ഇത്ര ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി. എങ്ങനെയാണ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ മനസ്സിലായില്ലേ? 1/1 ആണെങ്കിൽ ഉള്ളിലുള്ള വാല്യൂ, 2/2 ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ, നടുവിൽ മൈനസ്. കാരണം അത് താഴ്ന്ന് മേലേക്ക് പോകുമ്പോൾ എപ്പോഴും മൈനസ് അല്ലെങ്കിൽ നടുവിൽ മൈനസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തതാണ് 3/3 എന്താണ്? ഏതെങ്കിലും ഒരു റോ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം എടുക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ ഒന്ന് എടുക്കാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഫസ്റ്റ് റോ ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളം, രണ്ടും കൂടി എടുത്ത് മിക്സ് ആയി കോളായി. ഓക്കെ ആണ്. അപ്പം ഞാൻ എടുക്കുന്ന എപ്പോഴും ഫസ്റ്റ് റോ മാത്രം എടുത്തിട്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ ഫസ്റ്റ് റോ എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? ആദ്യത്തെ എലമെന്റിന് എടുക്കുക, അവൻ ഉൾപ്പെടുന്ന കോളും അവൻ ഉൾപ്പെടുന്ന റോയും അവൻ ഉൾപ്പെടുന്ന കോളും ഒഴിവാക്കി ബാക്കിയുള്ള ആൾക്കാരെ ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ എഴുതുക. അവന്റെ ചിഹ്നം പ്ലസ്. രണ്ടാമത്തെ ആൾ എഴുതുമ്പോൾ നടുവിൽ മൈനസ്. ഇനി രണ്ടാമത്തെ ആൾ എഴുതുക, അവൻ ഉൾപ്പെടുന്ന റോയും അവൻ ഉൾപ്പെടുന്ന കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എഴുതുക. ഇനി അടുത്ത ആളിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ ആൾ എടുക്കുമ്പോൾ അവന്റെ ഇടയിലുള്ള ചിഹ്നം പ്ലസ്. കാരണം എന്താ? പ്ലസ് ആണ് അടുത്തത്. ഇനി അവൻ ഉൾപ്പെടുന്ന കോളും അവൻ ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ എഴുതുക. അത്രേ ഉള്ള പരിപാടി. ഓക്കെ ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് 2/2 മാട്രിക്സിൻ്റെയും 3/3 മാട്രിക്സിൻ്റെയും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താ ഡിറ്റർമിനന്റ്? ഒരു സ്ക്വയർ മാട്രിക്സിന് ഉണ്ടാവുന്ന യുണീക്ക് വാല്യൂ, ആ യുണീക്ക് വാല്യൂ ഇങ്ങനെ കണ്ടെത്താൻ നോക്കുക. 2/2 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഒരു പണിയില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കുഴപ്പമില്ലല്ലോ. അപ്പൊ എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? 5 × 2 മേലെന്ന് താഴേക്കാണ് പോസിറ്റീവ്. അപ്പൊ 5 × 2 ഞാൻ അതുപോലെ എഴുതി. ഇനി താഴെ നിന്ന് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ചിഹ്നം നെഗറ്റീവ്
നെഗറ്റീവ് ആണ്. 3 × 4 ഞാൻ അതേപോലെ എഴുതി. ഇനി 5 × 2 10 ആണ്, മൈനസ് 3 × 4 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ -2 ആണ്. ഓക്കെ, അടുത്താണ് നമുക്ക് എന്താണ് 2 × 7. ഞാൻ ഇനി 2 × 7 ഒന്നും എഴുതാൻ പോകുന്നില്ല. 2 × 7 14 ആണ്. അടുത്തത് താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ മൈനസ് 5 × 3 അത് 15 ആണ്, =-1. ഓക്കെ ആണ്. ഇനി അടുത്ത എന്താണ് 1 × 3 അത് 3 ആണ്, മൈനസ് താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ മൈനസ് 2 × -1 -2 =3 + 2 5 ആണ്. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് പറഞ്ഞേ 3 × 2 6 ആണ്, മൈനസ് താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ മൈനസ് -4 × -1 +4 ആണ്, -4 × -1 എന്താണ് 4 ആണ്, =2 ആണ്. ഇത് രണ്ടും നിങ്ങൾ അങ്ങ് ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. രണ്ടിന്റെയും ആൻസർ നിങ്ങൾ ബുക്കിൽ ഇപ്പൊ തന്നെ എഴുതി വെക്കണം. ഞാൻ എടുക്കുന്ന ഏതെങ്കിലും ഭാഗം മനസ്സിലാവുന്നില്ലെങ്കിൽ, ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ പഠിപ്പിച്ചൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, 2/2 തന്നെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഥവാ നമുക്ക് കോസ്റ്റീറ്റ് ഒക്കെ വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. അപ്പം ഇതാണ് നമ്മുടെ 7ാമത്തെ 8ാമത്തെയും 9ഉം 10ഉം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് 2/2 ഡിറ്റർമിനന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. അപ്പൊ ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ ആണ്. മറ്റേ വാല്യൂ കാണാൻ പഠിക്കണം. ഇവിടുന്ന് ഇങ്ങനെ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആവും, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ cos θ × cos θ എന്ന് പറയുന്നത് cos² θ ആണ്. ഇനി താഴെ നിന്ന് മേലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്, ഇനി sin θ × -sin θ എന്താണ്, -sin² θ ആണ്. അപ്പൊ ഇതെന്ത് കിട്ടി, cos² θ പ്ലസ് sin² θ കിട്ടി. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, എന്താണ് നമ്മുടെ പൈതഗോറിയൻ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. cos² θ പ്ലസ് sin² θ 1 ആണ്. അപ്പൊ ഇതുപോലത്തെ തന്നാൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും 1 0 -1 ഒക്കെ ആയിരിക്കും ആൻസർ. അതാ ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, x² - x + 1 × x + 1. ഓക്കെ ആണ്. താഴെ നിന്ന് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്, ആ മൈനസ് ഒന്ന് വലുതാക്കി ഇട്ട് കൊടുത്തോണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി എന്താ x + 1 × x - 1 x + 1 × x - 1. മൈനസിന് ശേഷം 2 ടേം ഉള്ളതുകൊണ്ട് ഞാനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി എന്താ പരിപാടി, ഇത് എങ്ങനെ കാണും, ഓരോരുത്തരും പിടിച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവനെ പിടിക്കുക, ഇവനെ മൾട്ടിപ്ലൈ, അങ്ങനെ ഓരോരുത്തരും മൾട്ടിപ്ലൈ ചെയ്യുക. x² × x അത് x³ ആണ്, x² × +1 + x² ആണ്. ഓക്കെ ആണ്. -x × x എന്ന് പറയുമ്പോൾ -x² ആണ്, -x × +1 എന്ന് പറയുമ്പോൾ -x ആണ്. ഓക്കെ ആണ്. +1 × x + x ആണ്, +1 × 1 +1 ആണ്. ഓക്കെ ആണ്. ഇനി മൈനസ് ഓഫ്, ഈ ബ്രാക്കറ്റിൽ എന്താ ഉണ്ടാവുക, x + 1 × x - 1 എന്താണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, x² - 1 അഥവാ a + b × a - b, a² - b², x² + 1 × x - 1 അല്ല, x + 1 × x - 1 എന്താ, x² - 1² ആണ്. 1² 1 ആയതുകൊണ്ട് ഞാൻ അത് മാത്രം എഴുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി ഇനി ആരൊക്കെ നമുക്ക് കട്ട് ചെയ്യാം, +x² ഉം -x² ഉം -x ഉം +x ഉം പോയി. ബാക്കിയുള്ളത് ആരാ, അവരൊന്നും എടുത്ത് എഴുതിക്കേ. ഒരു x³ ഉണ്ട്, +1 ഉണ്ട്. ഇനി ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ -x × x² -x² ആണ്, -x - 1 +1 ആണ്. കുഴപ്പമില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ എടുത്ത് എഴുതിയാൽ മതി. x³ -x² +1 +1 എന്ന് പറയുമ്പോൾ 2 ആണ്. സോ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. താഴെയുള്ള ആൾക്കാർ അഥവാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, x × x x² ആണ്, മൈനസ് താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ മൈനസ് x - 1 × x + 1 x - 1 × x + 1. മൈനസിന് ശേഷം 2 ടേം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇടണം. ഓക്കെ ആണ്. x² - a - b × a + b എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ പഠിച്ചുള്ളൂ, a² - b². നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും അറിയാം, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടോ. ഓക്കെ ആണ്. ഇനി മൈനസിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ കിട്ടുക, x² - x² - x² -x² -1 +1 അതെന്താ കിട്ടുക, +x² -x² ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ബാക്കി ആരാ ഉള്ളത്, ഒരു +1 ആണുള്ളത്. ചില ആൾക്കാർ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കാൻ മറക്കുന്നതിനാൽ -1 കിട്ടും, അത് കിട്ടരുത്, +1 കിട്ടുള്ളൂ.
അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത് ഇതാണ്. ഇനി എന്താണ് sin 10 into cos 18 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 10 into cos 18 ഓക്കെ ആണ്. ഇനി താഴെ നിന്ന് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനസ്. ഇനി cos 10 into മൈനസ് sin 80 പറഞ്ഞാൽ എന്താണ് മൈനസ് cos 10 sin 80 അല്ലേ, sin 80. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് sin 10 cos 80 പ്ലസ് cos 10 sin 80 ആണ്. കുഴപ്പമില്ലല്ലോ. ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? sin a cos b പ്ലസ് cos a sin b. അതെന്താണ് sin a പ്ലസ് ബി. പ്ലസ് 1 പഠിച്ചതാണ്, കുഴപ്പമില്ലല്ലോ. sin a പ്ലസ് ബിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ, sin a cos b പ്ലസ് cos a sin b. അപ്പൊ എന്താണ് sin a പ്ലസ് ബി ആണ് ഇതിന് ആൻസർ. അപ്പൊ sin ഓഫ് a എന്ന് പറയുന്നത് 10 ആണ്, b എന്ന് പറയുന്നത് 80 ആണ്. അപ്പം sin 10 പ്ലസ് 80 എന്ന് പറയുമ്പോൾ sin 90 ആണ്. sin 90 is equal to 1 ആണ്. അപ്പൊ നോക്കിയാൽ നമ്മൾ കണ്ടതിൽ 3 എണ്ണത്തിന് വന്നു. ഇത് ഇക്വേഷൻ മാത്രമായതുകൊണ്ട് ഒരു ഇക്വേഷനാണ് കിട്ടിയത്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട ആളാരാ 1 ആണ് കേട്ടോ. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ആൻഡ് 2/2 ആണെങ്കിൽ 1/1 ആണെങ്കിൽ എടുത്തെഴുതുക. ഇനി 3/3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. ആണ് നമ്മുടെ 3/3 രണ്ട് ക്വസ്റ്റ്യൻസ്. 3/3 എങ്ങനെ ചെയ്യുന്നുള്ള ജസ്റ്റ് ഒരു മോഡൽ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് 3/3 ചെയ്യാൻ പഠിക്കും. ഓക്കെ ആണ്. അപ്പൊ എങ്ങനെ 3/3 ചെയ്യുക? ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഏത് റോ ഏത് കോളം വെച്ചു 3/3 കണ്ടുപിടിക്കാം. ഞാൻ എന്തേ ചെയ്യുള്ളൂ, ഫസ്റ്റ് റോയോ ഫസ്റ്റ് കോളം എടുക്കുള്ളൂ. ഞാൻ എപ്പോഴും ഫസ്റ്റ് റോയെ പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് റോ എടുക്കുക, അതിൽ ആദ്യത്തെ എലമെന്റ് എടുക്കുക. അപ്പൊ ആരാണ് ആദ്യത്തെ എലമെന്റ്? 3 ആണ്. 3 ഉൾപ്പെടുന്ന റോ അത് ഫസ്റ്റ് റോ ആണ്. 3 ഉൾപ്പെടുന്ന കോളവും മനസ്സിന്ന് ഒഴിവാക്കുക. അപ്പൊ ആരൊക്കെ പോയി? നിങ്ങൾ പറ, ആരൊക്കെ പോയി? ഇപ്പൊ ഇയാള് പോയി, ഇയാള് പോയി. അപ്പൊ ബാക്കി ഞാനുള്ളത് 0 -1 -5 0 അല്ല ഉള്ളത്. അവരൊരു ഡിറ്റർമിനന്റിനുള്ളിൽ എഴുതുക. 0 -1 -5 0 ഒരു ഡിറ്റർമിനന്റിനുള്ളിൽ എഴുതുക. ആദ്യം പ്ലസ് പിന്നെ മൈനസ്. ഓക്കെ ആണ്. അത് നല്ലപോലെ ഓർമ്മ വേണം. രണ്ടാമത്തെ ആൾ എഴുതുക -1. അതാണ് -1. ഇനി അങ്ങേർ ഉൾപ്പെടുന്ന റോ, അതായത് ഇത് അങ്ങേർ ഉൾപ്പെടുന്ന കോളം, അതേത് ഇത് അവർ ഒഴിവാക്കിയാൽ ബാക്കി നിങ്ങൾക്ക് കുറച്ച് നമ്പർ കാണാനുള്ളത്. അതാരൊക്കെയാണ്? 0 -1 3 0. ബാക്കി ആരാണ്? 0 -1 3 0. അവരൊരു ഡിറ്റർമിനന്റിനുള്ളിൽ എഴുതാം. ഇനി അടുത്ത എന്താ പരിപാടി? അപ്പം പ്ലസ് മൈനസ്, ഇനി അടുത്ത പ്ലസ്. ഓക്കെ ആണ്. മൂന്നാമത്തെ ആൾ എഴുതാം -2 ഇൻറ്റു ഡിറ്റർമിനന്റ്. ഇനി എന്താ പരിപാടി? ഇയാൾ ഉൾപ്പെടുന്ന റോയും ഇയാൾ ഉൾപ്പെടുന്ന കോളം ഒഴിവാക്കി ബാക്കി ആരെ കിട്ടും? 0 0 3 -5 0 0 3 -5 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്തുകൂടെ? പറ. 3 ഇൻറ്റു ഡിറ്റർമിനന്റ്. ഈ ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാ? ഇതൊരു 2/2 ആണ്. അപ്പൊ നമുക്ക് വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 ഇൻറ്റു 0 0 ആണ്. താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ -1 ഇൻറ്റു -5 ഇൻറ്റു -1 അത് +5 ആണ്. സോ ഇങ്ങനെ കിട്ടും. ഓക്കെ ആണ്. ഈ മൈനസും കൂടി ചേർന്ന് +1. ഈ 1 അതുപോലെ എഴുതി. ഇനി ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് കണ്ടേ നിങ്ങൾ? 0 ഇൻറ്റു 0 0 ആണ്. 3 ഇൻറ്റു -1 ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ. ഇനി 3 ഇൻറ്റു -1 -3 ആണ്. കുഴപ്പമില്ല. ഓക്കെ ആണ്. ഇനി അടുത്തത് പ്ലസ്. ഇനി ആരാണ്? ഇവിടെ ഒരു -2 ഉണ്ട്. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് കണ്ട് നിങ്ങൾ എങ്ങനെ നോക്കിയാലും 0 ഇൻറ്റു അത് 0 ആയി. 3 ഇൻറ്റു 0 -0 ആയി. അപ്പൊ അതുപോലെ കിട്ടി. ഇനി ഇത് നോക്കിയാൽ ഇവിടെ എന്താണ്? 3 ഇൻറ്റു 0 -5 എന്ന് പറയുമ്പോൾ -5 ആണ്. പ്ലസ് 1 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ അത് +3 ആണ്. പ്ലസ് -2 ഇൻറ്റു 0 -0 0 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഫൈനൽ. ഇനി ഒന്ന് സെറ്റ് ആക്കി എഴുതിയാൽ മതി. 3 ഇൻറ്റു -5 -50 ആണ്, 15 ആണ്. പ്ലസ് 1 ഇൻറ്റു 3 +3 ആണ്. -2 ഇൻറ്റു 0 +0 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ മാത്രം കണ്ടാൽ മതി. ഇതെന്താ കിട്ടുക? -12 കിട്ടും അഥവാ -12 കിട്ടും. ഇനി ഇതിലേക്ക് വരാം. ഓക്കെ ആണ്. അപ്പൊ തുടങ്ങിക്കോ. എന്താ പരിപാടി? ആദ്യത്തെ റോൺ എടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ കോളത്തിന് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയമണ്ട് റൂൾ മനസ്സിലായെങ്കിൽ അത് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും ആദ്യത്തെ റോ എടുക്കുള്ളൂ. ആദ്യത്തെ എലമെന്റിന് എടുക്കാം 3. ഇതവിടെ കഴിഞ്ഞു കേട്ടോ, ഇതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ആദ്യത്തെ എലമെന്റ് എടുത്തു 3. അങ്ങനെ ഉൾപ്പെടുന്ന റോയും അങ്ങനെ ഉൾപ്പെടുന്ന കോളം ഒഴിവാക്കിയ ബാക്കിയുള്ള ആൾക്കാരൊക്കെയാ 1 -2 3 1 ആണ്. ആദ്യത്തെ പ്ലസ് ആണെങ്കിൽ രണ്ടാമത്തത് മൈനസ്. രണ്ടാമത്തെ ആളെടുക്കാം -4 ആണ്. അങ്ങനെ ഉൾപ്പെടുന്ന റോയോ അങ്ങനെ ഉൾപ്പെടുന്ന കോളം ഒഴിവാക്കി കഴിഞ്ഞാല് ബാക്കിയുള്ള ആരാണ്? 1 -2 2 1 ആണ്. 1 -2 2 1 ആ ബാക്കിയുള്ളത്. ഇനി പ്ലസ് ഇനി എന്താണ് അടുത്ത ആള്? പറ. പ്ലസ് എന്താണ്? ഇനി മൂന്നാമത്തെ ആൾ എഴുതാം 5 ആണ്. അങ്ങനെ ഉൾപ്പെടുന്ന റോയോ അങ്ങനെ ഉൾപ്പെടുന്ന കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 1 2 3 എന്ന് ബാക്കി വരും. ഓക്കെ ആണ്. 1 1 2 3. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 1 ഇൻറ്റു 1 1 ആണ്. 2 3 താഴെ മേലേക്ക് പോകുമ്പോൾ മൈനസ് ഉണ്ട്.
3 into -2 -6 ആണ്. ഇനി ഈ മൈനസും മൈനസും കൂടി ചേർന്ന് 4 ആവും പ്ലസ് 4. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എടുക്കാം 1 into 1 1 ആണ്. 2 into -2 ഉണ്ട്. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. എന്തുകൊണ്ടാ താഴെ മേലേക്ക് പോകുമ്പോൾ. ഇനി 2 into -2 -4 ആണ് പ്ലസ്. ഇനി എന്താ പരിപാടി 5 ഉണ്ട്. അടുത്തത് ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താ വരിക 1 into 3 3 ആണ്. താഴെ മേലേക്ക് പോകുമ്പോൾ മൈനസ് 2 into 1 2 ആണ്. ഓക്കെ ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അതൊന്ന് സെറ്റപ്പ് ആക്കി എടുത്താൽ മതി. 3 into 1 plus 6 7 ആണ്. ഓക്കെ ആണ്. 1 plus 6 7 ആണ്. പ്ലസ് 4 into 1 plus 4 5 ആണ്. അപ്പൊ 4 into 5 ഓക്കെ ആണ്. പ്ലസ് അടുത്തത് 5 into 1 ആണ്. ഓക്കെ. അപ്പൊ ഇതൊന്ന് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും 3 into 7 21 ആണ്. പ്ലസ് 20 പ്ലസ് 5 ആണ്. അപ്പൊ ഇതെന്താ വരിക നോക്ക 25 26 ഓക്കെ അല്ലെ 46 ആണ്. 46 എന്ന് കിട്ടും. 26 എന്നാ പറഞ്ഞത് 46 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഞാൻ ഒരു 2 ക്വസ്റ്റ്യനും കൂടി ചെയ്തുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ ആണ്. അപ്പൊ വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നോട്ട് എഴുതിക്കോ. നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും എൻട്രൻസിനൊക്കെ ഒരു ചോദ്യം കാണും. ഇതുപോലെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തരും. അടുപ്പിച്ച് 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ 0. നിങ്ങൾ ചെയ്തു നോക്കിക്കോ. ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു വരുമ്പോൾ എല്ലാം കൂടി 0 ആവും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എൻട്രൻസിൽ ഇങ്ങനെ ഒന്നുമില്ല ക്വസ്റ്റ്യൻ വരിക 2020 2021 2022 2023 2024 2025 2026 2027 2028 ഇത് ഇങ്ങനെ എപ്പോഴാ പറ്റുക? ഈ എപ്പോഴും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുമ്പോൾ 0 ഇതിന് മാത്രമേ പറ്റുള്ളൂ എന്നറിയോ. 3/3 ആണെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. എപ്പോൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ? 3/3 ആണെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇങ്ങനത്തെ ഡിറ്റർമിനന്റ് നമ്മൾ എന്താ വിളിക്കുക? 0 കിട്ടുന്നതിനെ സിംഗുലർ മാട്രിക്സ് എന്ന് വിളിക്കും. നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് 3/3 മാത്രം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുമ്പോൾ എന്താണ് 0 ആണ്. അപ്പൊ ഇതിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളും ചെയ്ത് നോക്കിക്കോണ്ടി. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരല്ലോ എൻട്രൻസിലൊക്കെ വരല്ലോ മനസ്സിലായില്ല. അതുപോലെ വരാം. ഓക്കെ ആണ്. അപ്പൊ ഇതിനെ നോക്കുമ്പോൾ ഞാൻ ആദ്യത്തെ റോ എടുത്തു. ആദ്യത്തെ റോനെ എടുത്തിട്ട് ആദ്യത്തെ ആളെടുത്തു. എന്താണ് അവൻ ഉൾപ്പെടുന്ന റോ ഞാൻ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2 - 1 - 5 0 2 - 1 - 5 0. രണ്ടാമത്തെ ആൾക്ക് -1 പ്ലസ് മൈനസ്. രണ്ടാമത്തെ ആളെടുത്തു -1 ആണ്. അവൻ ഉൾപ്പെടുന്ന റോയും അവൻ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കി 0 - 1 3 0 ആണ് ബാക്കിയുള്ളത്. അടുത്തത് പ്ലസ് ലാസ്റ്റത്തെ ആള് -2 ആണ്. അവൻ ഉൾപ്പെടുന്ന റോയും അവൻ ഉൾപ്പെടുന്ന കോളവും ഒഴിവാക്കിയതിന് ബാക്കി 0 2 3 -5 ആണ് ഉണ്ടാവുക. ഇതൊന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾ 2 into 0 0 ആണ്. താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ -5 into -1 അതെന്താണ് 5 ആണ്. അപ്പൊ അതായി -1 ചേർന്ന് പ്ലസ് ആയി 1. ഇനി എന്താണ് ഇവിടെ 0 into 0 0 -3 into -1 -3 ആണ്. പ്ലസ് -2 അതുപോലെ എഴുതി 0 into -5 0 ആണ്. -3 into 2 6 ആണ്. ഓക്കെ ആണ്. 0 2 into -5 ആണ്. പ്ലസ് ഇതെന്താണ് 1 into 3 ആണ്. പ്ലസ് -2 into എന്താണ് 0 -6 6 ഓക്കെ ആണ്. 2 into -5 എന്താ വരിക 2 into -5 -10 ആണ് വരിക. പ്ലസ് 1 into 3 3 ആണ് വരിക. -2 ഇതെന്താ വരിക -2 into -6 എന്താണ് 12 ആണ്. പ്ലസ് 12 ആണ് വരിക. ഇസ് ഈക്വൽ ടു എന്താണ് ഇത് ഇത്രയേ ഉള്ളൂ. 50 - 10 is equal to 5 ആണ്. ഓക്കെ ആണ്. ആൻസർ എന്താണ് 5 ആണ്. ഇത് 0 കിട്ടുള്ളൂ. ഏതിന് മാത്രമേ 0 വരുള്ളൂ 3/3 എപ്പോഴാണ് 0 ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുമ്പോൾ. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ ആണ്. ഇതാണ് അപ്പൊ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ. ഇതൊരു മീസലേനിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻസിൽ അതാണ് ഉൾപ്പെടുത്താറുണ്ട്. ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പ്രൂവ് ദാറ്റ് ഈ ഡിറ്റർമിനന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. അഥവാ ഈ തീറ്റ എന്ന് പറയുന്നതിനെ ഇത് എന്ത് തീറ്റ ആട്ടോ നിങ്ങൾ തെറ്റിയിരിക്കരുത്. ചിലർക്ക് മാറി പോകണതിന്റെ തീറ്റ ഇങ്ങനെയാണ്. എന്താണെന്നറിയില്ല. ഞാൻ സ്കൂളിൽ ഇട്ട് പോകാനാവുന്നതാണ്. ക്ഷമിക്കണം. അപ്പോൾ ഈ തീറ്റ എന്താവണം ഇൻഡിപെൻഡന്റ് അഥവാ തീറ്റ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതിൽ തീറ്റ ഉണ്ടാവാൻ പാടിയെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ എടുക്കുക. ആദ്യത്തെ എലമെന്റ് എടുക്കുക. ആദ്യത്തെ എലമെന്റ് x ആണ്. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയ ബാക്കിയാണുള്ളത് -x ഉണ്ട് 1 ഉണ്ട് x ഉണ്ട്. ഓക്കെ ആണ്. രണ്ടാമത്തെ ആൾക്ക് രണ്ടാമത്തെ ആൾ എടുക്കുക സൈൻ തീറ്റ ആണ്. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയ ബാക്കി -sin തീറ്റ 1 cos തീറ്റ x ആണുള്ളത്. ഓക്കെ ആണ്. അടുത്ത എടുക്കുക പ്ലസ് ആണ് പ്ലസ് ആണ്. മൂന്നാമത്തെ ആള് കോസ് തീറ്റ ആണ്. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയ ബാക്കി -sin തീറ്റ -x. ഇനി എന്താണ് -sin തീറ്റ -x കോസ് തീറ്റ 1 ആണ്. കോസ് തീറ്റ 1 ആണ്. ഓക്കെ ആണ്. കുഴപ്പമില്ലല്ലോ.
അപ്പൊ ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് സോൾവ് ചെയ്യാം. എക്സ് ഇൻറ്റു പറ മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അടുത്തത് ഒരു മൈനസ് ഉണ്ടാവും, താഴെ മേലേക്ക് പോകുമ്പോൾ 1 × 1 1 ആണ്. ഓക്കെ, മൈനസ് സൈൻ തീറ്റ അതുപോലെ എഴുതി ഞാൻ. ഓക്കെ ആണ്. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സൈൻ തീറ്റ എന്നാണ്. നിങ്ങൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയും, എഴുതിയ തെറ്റൊന്നുമില്ല. ചില ആൾക്കാർ മൈനസ് സൈൻ തീറ്റ എക്സ് എന്ന് എഴുതും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റന്റെ കൂടുള്ളതാണ് എക്സ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അപ്പൊ നമ്മൾ ചില സമയത്ത് പറയാറില്ലേ 13 × 2 ആംഗിൾ, അതുപോലത്തെ ഒരു എക്സാം വിചാരിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ മുന്നിൽ തന്നെ എക്സ് എഴുതിയത്. കുഴപ്പമില്ലല്ലോ, തെറ്റരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നിൽ തന്നെ എഴുതിയത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ചെയ്ത് നോക്കാം. ഇനി ഒരു മൈനസ് ഉണ്ട്, കോസ് തീറ്റ 1 കോസ് തീറ്റ. ഓക്കെ ആണ്. പ്ലസ് കോസ് തീറ്റ. ഇനി എന്താ പരിപാടി, മൈനസ് സൈൻ തീറ്റ × 1 മൈനസ് സൈൻ തീറ്റ. മൈനസ് ഉണ്ടാവും ഓൾറെഡി, താഴെ മേലേക്ക് പോകുമ്പോൾ കോസ് തീറ്റ × മൈനസ് എക്സ് മൈനസ് എക്സ് കോസ് തീറ്റ ആണ്. കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, അപ്പൊ ഇയാളെ ഉള്ളിലേക്ക് എടുത്താൽ മതി, കുഴപ്പമില്ലല്ലോ. എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് ആണ്. എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ് ആണ്. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് എക്സ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി. ഇനി എക്സിന് ഞാൻ ആദ്യം എഴുതി സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയാണ്. കുഴപ്പമില്ലല്ലോ. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റയാണ്. കുഴപ്പമില്ല. അടുത്തത് പ്ലസ് കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റയാണ്. മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അടുത്തത് പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഇത് രണ്ടും കൂടി ചേർന്ന് പ്ലസ് എക്സ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ പ്ലസ് എക്സ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനി ഇത് നമുക്ക് ആവശ്യമില്ലാത്തവരൊക്കെ അങ്ങ് ഒഴിവാക്കാം. ആരൊക്കെ ആവശ്യമില്ലാത്തവര്, സൈൻ തീറ്റ കോസ് തീറ്റ പോയി, മൈനസ് സൈൻ തീറ്റയും കോസ് തീറ്റയും പോയി. ബാക്കി ആരൊക്കെ എഴുതാം അവരൊക്കെ ഇങ്ങനെ എഴുതാം. മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എക്സ് കോസ് സ്ക്വയർ തീറ്റ. ഇവരങ്ങ് എടുത്തു നോക്കിയേ നിങ്ങൾ, ഇങ്ങനെ അങ്ങ് എടുത്തു നോക്കിയേ. ഇവർ തമ്മിൽ ആ എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആരുണ്ടാവും അവിടെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ കിട്ടൂല. അവർ അതിന് എക്സിനെ പുറത്തേക്ക് എടുത്താൽ ആ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വന്നിട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ്, ഈ രണ്ട് ടേമിൽ നിന്നും എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ പ്ലസ് എക്സ് ഇൻറ്റു, അപ്പൊ ഞാൻ എക്സിനെ പുറത്തേക്ക് എടുത്തു. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, എക്സിന് പുറത്തേക്ക് പോയി, ഇവിടുന്ന് എക്സ് പുറത്തേക്ക് വന്ന് അവിടെ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, അവർക്കിടയിലുള്ള ചിഹ്നം പ്ലസ്. ഇവിടുന്ന് എക്സ് പോയി അവിടെ ബാക്കി കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഞാൻ അതുപോലെ എഴുതി. ഓക്കെ ആണ്. ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സോ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 ആണ്. അപ്പൊ അത് എക്സ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എക്സ് ആണ്. ഈ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി. ബാക്കി ആരുള്ളത്, മൈനസ് എക്സ് ക്യൂബ് മാത്രമുള്ളത്. മൈനസ് എക്സ് ക്യൂബ് എന്നൊരു മൊഞ്ചില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്താക്കി, എക്സ് ക്യൂബ് ആക്കി. സോ എക്സ് ക്യൂബ് അല്ലെങ്കിൽ മൈനസ് എക്സ് ക്യൂബ് ലാസ്റ്റ് ആൻസർ. ഇതിലെവിടെയെങ്കിലും തീറ്റ വരുന്നുണ്ടോടാ, എക്സ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. ഇതോടെ നമ്മുടെ എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണോ? അപ്പം ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻ, ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ ആണ്. അപ്പൊ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എക്സിന്റെ വാല്യൂ കണ്ടെത്താനാണ്. 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാൻ മാട്രിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, 2 മാട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മാട്രിക്സും ഡിറ്റർമിനന്റും തമ്മിൽ സെയിം ആയതുകൊണ്ട് ഈ 4 = 2x എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ 1 = x അല്ലേ നിങ്ങൾക്ക് പറഞ്ഞൂടെ. എന്നാൽ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് പൊട്ട തെറ്റാണ്. ബിക്കോസ് മാട്രിക്സ് എന്ന് പറയുന്ന സ്ക്വയർ മാട്രിക്സിന്റെ ഒരു സ്പെസിഫൈഡ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അഥവാ സ്ക്വയർ മാട്രിക്സിനുള്ളിലുള്ള ഏതോ ഒരു സ്പെസിഫിക്, അതിന് സോൾവ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ, ആ വാല്യൂ ആണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യം, ഇതിനെ സോൾവ് ചെയ്ത ഒരു വാല്യൂ കിട്ടും, ഇതിനെ സോൾവ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അത് രണ്ടുമാണ് ഈക്വൽ. അല്ലാതെ ഇതിന് ഈക്വൽ എന്നല്ല, ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ തമ്മിലാണ് ഈക്വൽ. അപ്പൊ രണ്ടും ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പൊ അങ്ങ് സോൾവ് ചെയ്തോ. ഇതിനെങ്ങനെ സോൾവ് ചെയ്യുക, 2 × 1 2 ആണ്, മൈനസ് 5 × 4 20 ആണ്. സി ഈക്വൽ ടു എന്താ വരിക, അടുത്തത് 2x × x 2x സ്ക്വയർ ആണ്, മൈനസ് 6 4 24. ഓക്കെ ആണ്. അടുത്തത് എന്താണ്, നമുക്ക് ഇനി എന്താ കാണേണ്ടത്, എക്സ് ആണ് കാണേണ്ടത്. സോ ഇതിനെ അവിടെ നിർത്തുക.
ഇത് രണ്ടും ചെയ്ത് എന്ത് കിട്ടും? -18 എന്ന് കിട്ടും. ശരിയാണോ അല്ലേ? ഇസ് ഈക്വൽ ടു 2x² -24 ആണ്. ഈ 24 നിങ്ങളുടേക്ക് എടുക്കുക. അപ്പൊ -18 + 24 ഇസ് ഈക്വൽ ടു 2x² ആണ്. അങ്ങനെയാണെങ്കിൽ 2x² ഇസ് ഈക്വൽ ടു എന്താ വരിക? പറ. -18 + 24 എന്ന് പറയുമ്പോൾ 6 ആണ്. ശരിയാണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ x² ഇസ് ഈക്വൽ ടു 6/2 ആണ്. i2 ആണ് പോകുമ്പോൾ 6/2 ആയിട്ടാണെങ്കിൽ അത് 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x² 3 ആണ് കിട്ടി. നമുക്ക് വേണ്ടത് x ആയതുകൊണ്ട് x ഇസ് ഈക്വൽ ടു √3 ആണ്. വെറും √3 അല്ല, +or-√3 ആണ്. നമുക്കറിയാം സ്ക്വയർ മാറ്റിയാൽ അവിടെ എന്ത് ഇടണം? +or- ഇടണം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താന്ന് കിട്ടി? +or-√3 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണ്. അടുത്തതാണ് നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ 5 ഞാൻ ചെയ്തുതരും, 2 5 ഞാൻ ചെയ്തുതരാം. ഓക്കെ ആണേ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് സോൾവ് ചെയ്യുക. 2 × 5 10 ആണ്. അഥവാ ഡിറ്റർമിനന്റ് കാണുക. 2 × 5 10 ആണ്. -12 ആണ്. ഈക്വൽ ടു എന്താണ്? 5x. x × 5 5x. 2x × 3 എന്താണ്? 6x ആണ്. -6x. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ 10 - 12 -2 is equal to -x. x is equal to 2. എന്താ കിട്ടി? x എങ്ങനെ കിട്ടി? x കിട്ടണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ x is equal to എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അടുത്തതാണ് ഇത് രണ്ടും നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഇതും ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ്? ഇത് ഒരു ഭാഗം മാത്രം സോൾവ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ഈ ഭാഗം ചെയ്തപ്പോൾ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗം മാത്രം സോൾവ് ചെയ്ത് എന്ത് കിട്ടും? 2 × x 2x -15 is equal to 5 ആണ്. 2x is equal to ഇത് അങ്ങോട്ട് പോകുമ്പോൾ 5 + 15 ആകും. 2x is equal to 20 ആകും. x is equal to 10 ആകും. സോ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്യാൻ ഒരു പണിയില്ല. സോ ഇത് രണ്ടും നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ബുക്കിൽ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തി വെക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3/3 ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് NCERT ഒന്ന് ചെയ്തു തരാം. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. കാരണം അത് വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. കിട്ടണില്ലെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ആണേ. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഞാൻ ചെയ്തുതരാം. ഓക്കെ ആണേ. അപ്പൊ എന്താ വരും? നിങ്ങൾ നോക്കിക്കോ. 3/3 ആയതുകൊണ്ട് ഫസ്റ്റ് റോ എടുത്തു, ആദ്യത്തെ എലമെന്റ് എടുത്തു, അത് 0 ആണ്. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയ ബാക്കിയുള്ള ആൾക്കാർ ഇതാണ്. അവരുടെ ഡിറ്റർമിനന്റ് ഉള്ളിൽ എഴുതുക. 0 sin β -sin β 0 എന്നാണ് വരിക. ഓക്കെ ആണ്. ഇനി അടുത്തത് എന്താ വരിക? അടുത്തത് മൈനസ് ആണ് ഇടുക. അടുത്തത് sin α, അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി -sin α sin β cos α 0 എന്നാണ് വരിക. ഇനി അടുത്തത് പ്ലസ് മൈനസ് പ്ലസ് ആണ്. ഇനി മൂന്നാമത്തെ ആള് -cos α ആണ്. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരാണ്? -sin α 0 cos α -sin β എന്നിവയാണ് ഉള്ളത്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ എന്താണ്? ഇത് ഓൾറെഡി 0 ആണ്. കാരണം ഏത് ഇവിടെ കിട്ടുന്ന ആൻസറിന് 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. സോ ഞാനത് 0 എന്ന് എഴുതി. മൈനസ് sin α ഇൻറ്റു എന്താണ്? sin α ഇൻറ്റു എന്താണ്? -sin α × 0 0 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആണ്. cos α × sin β, അതിന് sin β cos α എന്ന് എഴുതിക്കൂടെ? cos α. ഇനി അടുത്തത് പ്ലസും മൈനസും കൂടി ചേർന്ന് മൈനസ് ആയി. cos α അതുപോലെ ഉണ്ട്. ഇനി എന്താണ്? -sin α × sin β എന്താണ്? sin β sin α ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി മൈനസ് cos α × 0 0 ആണ്. അപ്പൊ ഇനി പറ, ഇതിനെ നമ്മൾ മൈൻഡ് ചെയ്യണം. ഇത് പോയി. ഇനി ആരാ അവിടെ ഉള്ളത്? -sin α ഇൻറ്റു -sin β cos α. മൈനസ് ഉള്ളത് മറക്കരുത്. -sin β cos α ആണ് ബാക്കിയുള്ളത്. ഇനി മൈനസ് cos α എന്താണ്? sin β cosine α ആണ് ബാക്കിയുള്ളത്. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തോ. -sin α ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് മൈനസ് ചേർത്ത് പ്ലസ് ആയി. അപ്പൊ എന്തായി ബാക്കിയുള്ളത്? sin α sin β cos α എന്നായി. മൈനസ് cos α cos α മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? മൈനസ് cos α sin β sin α എന്നായി. കുഴപ്പമില്ലല്ലോ. ഇതെന്തായി? 0 ആയി. കാരണം എന്താ?
സൈൻ ആൽഫ ഇവിടെ ഉണ്ട്, സൈൻ ആൽഫ ഇവിടെ ഉണ്ട്, സൈൻ ബീറ്റ ഇവിടെ ഉണ്ട്, സൈൻ ബീറ്റ ഇവിടെ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്. സംഭവം ഇതിന് തിരിച്ചിട്ടാലും എന്താണ് ഈ സെയിം സാധനമാണ്. അപ്പം ഇതെന്താണ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ തന്നെയാണ് എന്ത് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ എന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ 0 തന്നെ കിട്ടുക. അത്രയേ ഉള്ളൂ പരിപാടി. സോ ഇതിന്റെ ആൻസർ എന്താ കിട്ടിയത്? നമുക്ക് 0 ആണ് കിട്ടിയത്. അപ്പം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വേഗം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്തതാണ് സിംഗുലർ മാട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് സിംഗുലർ മാട്രിക്സ്? ഏതെങ്കിലും ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയാൽ അത്തരം മാട്രിക്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിംഗുലർ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ നോക്കിയേ, എ മാട്രിക്സ് ഇസ് കോൾഡ് സിംഗുലർ മാട്രിക്സ് ഇഫ് എന്താണ് ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു 0. അപ്പം 0 അല്ലാത്ത ഡിറ്റർമിനന്റ് വരുന്ന ആൾക്കാർ എന്താ വിളിക്കുക? ഇഫ് എന്താണ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് വിളിക്കുക. നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് വിളിക്കുക. അത്ര ആൾക്കാരാണ് എന്ത് വിളിക്കുക? നോൺ സിംഗുലർ മാട്രിക്സ്. പക്ഷെ നമുക്ക് എന്ത് പഠിക്കാനുള്ളൂ? സിംഗുലർ മാട്രിക്സ് പഠിക്കാനുള്ളൂ. അപ്പൊ സിംഗുലർ മാട്രിക്സിന് എക്സാമ്പിൾ ഏതാ? നിങ്ങൾ ഓടിച്ചാടി എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂടാ. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു 3x3 മാട്രിക്സിൽ കോൺസിക്യൂട്ടീവ് നമ്പർ എഴുതി കൊടുത്താൽ മതി. ഏതാ നമ്മൾ എഴുതുന്നു? 1 2 3 4 5 6 7 8 9. ഇതെന്താ? ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 3x3 മാട്രിക്സിന് കോൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ അത് 0 ആണ്. അല്ല വേറെ എക്സാമ്പിൾ എഴുതുക, നിങ്ങൾ നോക്കി നോക്കി. വേറെ ഏതാ എഴുതുക? ഞാൻ വെറുതെ എഴുതുകയാണ് 4 6 4ഉം ഒരു 3യും എഴുതാം, 2 എഴുതാം. അപ്പൊ എന്താ കിട്ടുക നോക്കിയേ. ഇതെടുത്താൽ 4 × 3 12 ആണ്. 12 - 12 ആണ്. നിങ്ങൾ ഇത്ര എഴുതാൽ മതി. ഏതെങ്കിലും രണ്ട് നമ്പർ എഴുതുക. ഇയാളെ ഏതോ ഒരു നമ്പറിന് മൾട്ടിപ്ലൈ ചെയ്താലും ഇയാളായിട്ട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. എനിക്കറിയാം 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 12 കിട്ടും, 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് ചെയ്യും? എന്ത് കിട്ടും? 12 കിട്ടും. അപ്പൊ ഇവർ തമ്മിൽ ഏതോ സാധനത്തിലേക്ക് എത്തിക്കണം നിങ്ങൾക്ക്. അങ്ങനെ ചെയ്താലും മതി. അതായത് ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കുക, എന്നിട്ട് അതും അവർക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഏതാ നോക്കുക. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് ഏതാണ്? 4നും 6നും കോമൺ ആയിട്ട് 12 ഉണ്ട്. എന്തായാലും 8 ഇല്ല, അപ്പൊ 12 ഉണ്ട്. അപ്പം ഈ 6നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ 12 കിട്ടും, അയാളെ മേലെ കൊടുക്കുക. 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 12 കിട്ടും, അയാളെ താഴെ കൊടുക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് കോൺസിക്യൂട്ടീവ്. ഇനിയിപ്പോ ടീച്ചർമാരുടെ മുന്നിൽ കുറച്ച് ടീച്ചർ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് പറയാം. എക്സാമിനൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. നമ്മൾ 2020 മുതൽ 2028 വരെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 26 വരെ, അല്ലെങ്കിൽ 29 വരെ എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പൊ നമ്മൾ എന്തായി? ടോപ്പായി. അത്രേ ഉള്ളൂ. 2020 2021 2022 2023 2024 2025 2026 2027 വരെ എഴുതിയാൽ മതി നിങ്ങൾ. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ സിംഗുലർ മാട്രിക്സ് കിട്ടി. മാട്രിക്സ് ഇസ് കോൾഡ് സിംഗുലർ മാട്രിക്സ് ഇഫ് ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? സിംഗുലർ മാട്രിക്സ് ആണ്. അല്ലെങ്കിൽ എന്താണ്? നോൺ സിംഗുലർ മാട്രിക്സ് ആണ്. അപ്പൊ ഈ ഭാഗത്ത് ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ ആണേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇഫ് എ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. 3x3 ആണെന്ന് ഓർക്കണം. ഈസ് എ സിംഗുലർ മാട്രിക്സ്. ഇതൊരു സിംഗുലർ മാട്രിക്സ് ആണ്. അപ്പൊ എന്താ കണ്ടീഷൻ? ഡിറ്റർമിനന്റ് എ എടുത്താൽ 0 കിട്ടണം. അപ്പൊ നമ്മളോട് അങ്ങനെയാണെങ്കിൽ പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പി, ഈ പിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെയ്തു നോക്കാം. നമുക്കറിയാം എന്താണ് ഗിവൺ. എന്താണ് എ ഈസ് എ സിംഗുലർ മാട്രിക്സ്. എ ഈസ് എ സിംഗുലർ മാട്രിക്സ്. എ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ മാട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ therefore എന്താണ്? ഡിറ്റർമിനന്റ് എ 0 ആവും. അഥവാ ഡിറ്റർമിനന്റ് എന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ന് കണ്ടോക്കിയ നിങ്ങൾ. ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 5 2 1 -1 4 3 0 p -2 ആണ്. ഇത് ഓൾറെഡി ഇതെടുത്താൽ എന്ത് കിട്ടും നമുക്കറിയാം? 0 കിട്ടും നമുക്കറിയാം. അപ്പൊ ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് കണ്ടേ നിങ്ങൾ 5നെ അവിടെ നിർത്തി. ഫസ്റ്റ് റോ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് 5നെ അവിടെ നിർത്തി. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോളവും ഒഴിവാക്കി 4 3 p -2 4 3 p -2 ആണ്. ബാക്കിയുള്ളത് അവര് എന്തിലെഴുതി? ആ ഡിറ്റർമിനന്റിൽ എഴുതി. ഇനി അടുത്തതാണ് പ്ലസ് കഴിഞ്ഞാൽ പിന്നെ -2 ഡിറ്റർമിനന്റ് ഓഫ് എന്താണ്? ഇത് ഉൾപ്പെടുന്ന റോയും ഇത് ഉൾപ്പെടുന്ന കോളും ഒഴിവാക്കിയാൽ -1 3 0 -2 ആണ്. പ്ലസ് 1 ഡിറ്റർമിനന്റ് ഇത് ഉൾപ്പെടുന്ന റോയും ഇത് ഉൾപ്പെടുന്ന കോളും പോയാൽ -1 4 0 p. അത് എന്തിന് ഈക്വൽ? 0 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം 0 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ 5 ഇൻറ്റു എന്താ വരിക? 4 × -2 -8 ആണ്. മൈനസ് വേണം താഴെ മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3p -2 എന്താ വരിക? -1 × -2 അത് 2 ആണ്. -0
പ്ലസ് 1 ഇൻറ്റു -1 ഇൻറ്റു പി മൈനസ് പി മൈനസ് 0 എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതെന്താ ചെയ്യുക, നിങ്ങൾ ഇനി ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. 5 ഇൻറ്റു -8 -40 ആണ്. അടുത്തത് 5 ഇൻറ്റു -3p എന്ന് പറഞ്ഞാൽ എന്താണ്, -15p -15p ആണ്. ഇനി അടുത്ത എന്താണ്, -2 ഇൻറ്റു 2 -0 എന്താ 2 ആണ്. അപ്പൊ -2 ഇൻറ്റു 2 എന്താണ്, -4 ആണ്. അടുത്തത് പ്ലസ് 1 ഇൻറ്റു -p എന്ന് പറയുമ്പോൾ -p ആണ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കിയേ -15p -p എന്താ -16p ആണ്. അടുത്തത് -14 -4 -44 ഇസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ -44 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. -60p ഇസ് ഈക്വൽ ടു +44 ആയി. p ഇസ് ഈക്വൽ ടു എന്താണ്, 44/60 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മൈനസും കൂടി അപ്പുറത്തേക്ക് പോകും, കാരണം -16 44/-16 എന്ന് കിട്ടും. p ഇസ് ഈക്വൽ ടു എന്താ വരിക, എന്താണ്, നമുക്ക് -11/4 എന്ന് എഴുതിക്കൂടെ, -11/4 എന്ന് ഷോർട്ട് ആക്കി എഴുതാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എന്താ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 11 വരും, ഇവിടെ 4 വരും. അപ്പൊ -11/4 മൈനസ് മേലെ കിട്ടുന്നുള്ളൂ. അപ്പൊ പിയുടെ വാല്യൂ എന്താ കിട്ടി, -11/4 ആണ് നമ്മുടെ പിയുടെ വാല്യൂ എന്ന് കിട്ടി. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം, എന്നിട്ട് നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് കടക്കാം. ഓക്കെ ആണേ. അടുത്തതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ. സോ ഇതൊന്ന് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, നിങ്ങളുടെ നോട്ടിൽ അപ്പം തന്നെ എഴുതി വെക്കുക. ഓക്കെ ആണ്. ഇനിയാണ് നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു നോട്ടാക്കി എഴുതി വെച്ചാൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡിറ്റർമിനന്റ് എ അല്ല. സാധാരണ നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ എഴുതിയല്ലോ എന്താണ്, കെ എ ദ ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ്, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതുണ്ട് പ്രോപ്പർട്ടി സൈഡ് ട്രാൻസ്പോസിന്റെ. പക്ഷെ ഇവിടെ നോക്കിയേ, ഡിറ്റർമിനന്റ് കെ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡിറ്റർമിനന്റ് എ അല്ല, കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ. അതാണ് പല കുട്ടികളും തെറ്റിക്കുന്ന, എൻ ഇടാൻ മറക്കും. ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഡിറ്റർമിനന്റ് കെ എന്ന് പറഞ്ഞാൽ കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ്. അപ്പൊ ഈ എൻ എന്താണ്, നമ്പർ ഓഫ് ഓർഡർ ആണ്, അല്ലെ ഓർഡർ ആണ്, ഓർഡർ ഓഫ് ദ മാട്രിക്സ് ആണ്. നമ്പർ ഓഫ് ഓർഡർ അല്ല, ഓർഡർ ആണ്, ഓർഡർ ഓഫ് ദ മാട്രിക്സ് ആണ്. അപ്പൊ എന്താണ് ഈ എൻ, സാധാരണ നമ്മൾ 1/1 എന്നൊക്കെ പറയാറ്. അപ്പൊ 1/1 ആണെങ്കിൽ ഓർഡർ 1 ആണ്, 2/2 ആണെങ്കിൽ ഓർഡർ 2 ആണ്, 3/3 ആണെങ്കിൽ ഓർഡർ 3 ആണ്. അതിൽ ഒറ്റ നമ്പർ എടുത്ത് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ എന്താ പറയുക, 1/1 ആണെങ്കിലും ഓർഡർ 1 എന്ന് നമ്മൾ പറയാം, 2/2 ആണെങ്കിൽ ഓർഡർ 2 ആണ്. നേരത്തെ പറഞ്ഞ ഹെഡിങ്ങിനൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പം ഏതാണോ ഓർഡർ അതാണ്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് വെറുതെ പറയാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, if A is a 2/2 matrix, if A is a വെറും A ഇത് എന്താ വായിക്കുക, matrix A is a 2/2 matrix, 2/2 matrix. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് 2/2 matrix ആണ്. therefore എന്താണ്, കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് എന്താണ്, 2 ഡിറ്റർമിനന്റ് 2a ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറയുന്നത് 2/2 മാട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്താണെന്ന് ചോദിച്ചത്. ചില കുട്ടികൾ എന്താ എഴുതിയേക്കും, 2 ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് എഴുതി വെക്കും. പക്ഷെ നമ്മൾ എന്താ എഴുതുക, നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ്. അങ്ങനെയാണെങ്കിൽ 2 റൈസ് ടു എൻ എന്താ 2 ആണ്, കാരണം 2/2 ആണെങ്കിൽ ഓർഡർ 2 ആണ്. ഡിറ്റർമിനന്റ് എ ആണ് ഈക്വൽ ടു 4 ഡിറ്റർമിനന്റ് എ ആണ്. ഇതാണ് കൺസെപ്റ്റ്. ഇത് നമ്മളോട് എന്താ പറയാ, പ്രൂവ് ചെയ്യാനാ പറയാ. ഒറ്റ ഒന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തരാം, ബാക്കി നിങ്ങൾ അങ്ങ് പ്രൂവ് ചെയ്തോ. കാരണം കുറെ നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടും. അപ്പോൾ ഈ കുറെ ഹോംവർക്ക് കുറച്ച് പ്രൂവ് ചെയ്യലൊക്കെ കുറച്ച് ചടപ്പുള്ള പരിപാടിയെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചങ്ങ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കൺസെപ്റ്റ്, ഏതാണോ ഓർഡർ ആ മാട്രിക്സിന് ഏതെങ്കിലും ഒന്ന് കാണാൻ പറയും, 2a ഒക്കെ കാണാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർഡർ പവറാക്കി ഇട്ട് കൊടുത്തിട്ട് ഡിറ്റർമിനന്റ് എന്നെ പുറത്ത് എഴുതിയാൽ മതി. അഥവാ കെനെ പുറത്ത് എടുക്കുക, ഓർഡർ പവറാക്കുക, ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് ഓഫ് കെ ഇസ് ഈക്വൽ ടു കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ്. ഈ കാര്യം മറക്കരുത്, നിങ്ങൾ ഉറപ്പിച്ചോ. എല്ലാവരും ഇതേപോലെയാണെന്ന് വിചാരിക്കും, ഇതുപോലെയാണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റി. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മനസ്സിൽ ഒന്നും എഴുതിയതാണ്. സോ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് ഈ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് എ ഈസ് എ 2/2 മാട്രിക്സ്, എ എന്താണ്, ഒരു 2/2 മാട്രിക്സ് ആണ്. ദെൻ ഡിറ്റർമിനന്റ് 3a is equal to, അപ്പൊ നമുക്ക് അറിയേണ്ട കൺസെപ്റ്റ് എന്താണ്, ഡിറ്റർമിനന്റ് കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു സ്കെയിലർ, കോൺസ്റ്റന്റിന്റെ സ്കെയിലർ. ഡിറ്റർമിനന്റ് കെ is equal to k raised to n into ഡിറ്റർമിനന്റ് a എന്നുള്ള കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ പറ, ആ 3 അങ്ങ് പുറത്തേക്ക് എടുത്തു. ഇനി അതിന്റെ പവർ ആയിട്ട് എന്താ എഴുതുക, 2 ആണ് എഴുതുക.
ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഈ 3 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ 9 ആണ്. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ് അവിടുത്തെ ആൻസർ വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്, ഇതങ്ങ് ഷോ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, LHS അങ്ങ് കാണാം. ഡിറ്റർമിനന്റ് 2a കാണണമെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം, 2a അറിയണം. അപ്പൊ 2 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ് 1 2 4 3 1 2 4 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക, 2 ഇൻറ്റു എങ്ങനെ മാട്രിക്സിന്റെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എല്ലാവരെയും പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 2 ആണ്, 2 ഇൻറ്റു 2 4 ആണ്, 2 ഇൻറ്റു 4 8 ആണ്, 2 ഇൻറ്റു 3 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് 2a. ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് 2a ഇസ് ഈക്വൽ ടു എന്താ വരിക, ഡിറ്റർമിനന്റ് 2 4 8 6 കണ്ടാൽ മതി ഇസ് ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു 6 12 ആണ്, മൈനസ് താഴെ മേലെ പോകുമ്പോൾ മൈനസ് 8 ഇൻറ്റു 4 എത്രയാണ് 32 അല്ലേ, 324 32. ഓക്കെ ആണ്, കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക, 12ലേക്ക് എത്ര കൂട്ടിയാലാണ് 8 കൂട്ടിയാൽ 20 പിന്നെ ഒരു 12 അപ്പൊ 20 ആണ്, മൈനസ് 20 ആണെന്ന് കൺഫേം ചെയ്താണ്. അപ്പൊ മൈനസ് 20. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് 2a കിട്ടി. നമുക്ക് ഇതാണ് നമ്മുടെ LHS എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് RHS പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഡിറ്റർമിനന്റ് എ കാണാം. ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു എന്താ വരിക, 1 2 4 3 ആ വരിക. 1 2 4 3 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 3 എന്താ 3 ആണ്, മൈനസ് 4 ഇൻറ്റു 2 8 ആണ്, ഇസ് ഈക്വൽ ടു മൈനസ് 5 ആണ്. ഓക്കെ ആണ്. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 4 ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു മൈനസ് 5 ചെയ്താൽ മതി, ഇസ് ഈക്വൽ ടു മൈനസ് 20 ആണ്. കുഴപ്പമില്ലല്ലോ. നോക്കിയാൽ ഇതാണ് RHS എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് പറയാം LHS ഇസ് ഈക്വൽ ടു RHS ആണ്. Therefore അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡിറ്റർമിനന്റ് എന്താണ്, ഡിറ്റർമിനന്റ് 2a ഇസ് ഈക്വൽ ടു എന്താണ് 4 ഇൻറ്റു ഡിറ്റർമിനന്റ് എ തുറന്ന് പറയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 3/3 ഉണ്ടാവും. 3/3 ഒന്നും ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. എന്താ 3/3 ആണെങ്കിൽ ചെയ്യുക ഇതുപോലെ തന്നെ. ഇപ്പൊ 2a ആണെങ്കിൽ എന്ത് ചെയ്യുക, 2a ചെയ്യുക. എന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എന്താ വരിക, 3/3 ആണെങ്കിൽ ഒരാൾ എടുക്കുക, ആൾ ഉൾപ്പെടുന്ന റോ കോഡ് ഒഴിവാക്കുക. അങ്ങനെ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഒന്ന് അങ്ങ് കാണിച്ചു തരാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒന്ന് കാണിക്കാം. അപ്പോൾ ഒരു 3/3 കൂടി കാണിച്ച് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഹോംവർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകും. അതോടെ ഈ പാർട്ടങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇഫ് എ എന്ന് പറഞ്ഞൊരു 3/3 മാട്രിക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറ ഡിറ്റർമിനന്റ് 3 ഉണ്ടാവും. ഇപ്പൊ തന്നെ കമന്റ് ചെയ്തെന്താ ഡിറ്റർമിനന്റ് 3 ഉണ്ടാവുക. നമുക്ക് ആ 3 അങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ 3/3 27 ഇൻറ്റു ഡിറ്റർമിനന്റ് എ, 27 ഇൻറ്റു ഡിറ്റർമിനന്റ് എ ആണ്. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 3a കാണാം. 3a ഇസ് ഈക്വൽ ടു എന്താ വരിക, 3 ഇൻറ്റു മാട്രിക്സ് 1 0 1 0 1 2 0 0 4 ആണ്. ഇതിനെ അങ്ങ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക, ഇസ് ഈക്വൽ ടു എന്താ വരിക നോക്കിയേ, 3 ഇൻറ്റു 1 3 ആണ്, 0 3 0 3 6 0 0 12. ഇതാണ് നമ്മുടെ 3a എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് 3a നമുക്ക് കണ്ടത്. ഡിറ്റർമിനന്റ് 3a ഇസ് ഈക്വൽ ടു എന്താ വരിക, ഡിറ്റർമിനന്റ് 3 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 3 0 3 0 3 6 0 0 12 ആണ്. എങ്ങനെയാണ് ഒരു 3/3 ഡിറ്റർമിനന്റ് കാണാൻ, ആദ്യത്തെ റോൻ എടുക്കുക. അതിൽ ആദ്യത്തെ ആൾ എടുക്കുമ്പോൾ 3 ആണ്, അയാൾ ഉൾപ്പെടുന്ന റോയും അയാൾ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയ ബാക്കി 3 6 0 12 ആണ്. രണ്ടാമത്തെ ആൾക്ക് മൈനസ്. ഇനി അടുത്തത് 0 എടുക്കാം, അയാൾ ഉൾപ്പെടുന്ന റോയും അയാൾ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ 0 6 0 12 ആണ്. ഇനി എന്താ അടുത്ത പരിപാടി, പ്ലസ് ആണ്. മൂന്നാമത്തെ ആൾ എടുക്കുക, അയാൾ ഉൾപ്പെടുന്ന റോയ് അയാൾ ഉൾപ്പെടുന്ന കോഡ് ഒഴിവാക്കിയാൽ 0 3 0 0 ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 3 ഇൻറ്റു എന്താണ് 3 ഇൻറ്റു 12 എന്താണ് 36 ആണ്, മൈനസ് 0 ആണ്. മൈനസ് ഇവിടെ എന്ത് വന്നാലും നമുക്ക് 0 കിട്ടുള്ളൂ. എങ്ങനെ നോക്കിയാലും 0 ആണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 മൈനസ് 0 ഓൾറെഡി 0 ആണ്. അതായിട്ട് ഏതിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. ഇവിടെ 0 ഇൻറ്റു 0 വന്നാലും 0 ആണ്. അപ്പൊ അത് നിങ്ങൾ കാര്യമാക്കണ്ട. പ്ലസ് ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ 3 ഇൻറ്റു 0 തന്നെ വരും. കാരണം 0 ഇൻറ്റു 0 0 ആണ്, മൈനസ് 0 ഇൻറ്റു 3 0 ആണ്, 0 മൈനസ് 0 0 ആണ്. നിങ്ങൾക്ക് ഇവിടെ 0 മൈനസ് 0 എന്ന് കിട്ടുക. ഈ 0 മൈനസ് 0 0 ആണ്. 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. എന്നാലും ഒന്ന് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക, 3 ഇൻറ്റു 36 എന്ന് വരും. 3 ഇൻറ്റു 36 മൈനസ് 0 മൈനസ് 0 എന്ന് വരും. എന്താണ് 3 ഇൻറ്റു 0 മൈനസ് 0 0 ആണ്. 3 ഇൻറ്റു 0 ആണ് ഇവിടെ വരിക. 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ 0 തന്നെയാണ്. ഇവിടെ എന്ത് വരും, അപ്പൊ ഇതൊക്കെ 0 ആയിപ്പോയി. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, 3 ഇൻറ്റു 36 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ 3 ഇൻറ്റു 36 ചെയ്താൽ മതി. എന്താണ് 18 8 6 1 9 10 108 ആണ്.
നമ്മുടെ ആരെ കിട്ടുക, ഡിറ്റർമിനന്റ് 3a കിട്ടുക. ഡിറ്റർമിനന്റ് 3a is equal to എന്താണ്, ഡിറ്റർമിനന്റ് 3 ആണ് 108. അതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് കാണില്ല, ആദ്യം ഡിറ്റർമിനന്റ് എ ഒന്ന് കാണാം. ഡിറ്റർമിനന്റ് എ is equal to എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് 1 0 1 0 1 2 0 0 4 ആണ് നമ്മുടെ ഡിറ്റർമിനന്റ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ആൾ എടുക്കാൻ ഉൾപ്പെടുന്ന കോഡ് പകരം 1 2 0 4 എന്ന് കിട്ടും. -0 0 2 0 4 +1 എന്താണ് 0 1 0 0 ആണ്. ഇതെന്ത് കിട്ടും, 1 4 -0 0 ഇൻറ്റു ഇത് ഓൾറെഡി 0 ആണ്, കാരണം ഇവിടെ കിട്ടുന്ന ഏത് ആൻസർ ആയിട്ട് മുറിച്ചാലും 0 കിട്ടുക. പ്ലസ് ഇതും 0, കാരണം 0 - 0 അത് 0 ആയിപ്പോയി. സി ഈക്വൽ ടു എന്താണ് 1 × 4 എന്താണ് 4 ആണ്. അപ്പൊ ഇവിടെ 4 എന്ന് കിട്ടി. എന്ത്, ഡിറ്റർമിനന്റ് എ ആണ് 4. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 4 ആണ്. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്താണ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഡിറ്റർമിനന്റ് ഓഫ് 27 ഇൻറ്റു ഡിറ്റർമിനന്റ് അല്ല 27 ഇൻറ്റു ഡിറ്റർമിനന്റ് എ നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസറിനെ 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സി ഈക്വൽ ടു എന്താണ്, നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത് 108 തന്നെയാവും. 108 ഓക്കെ ആണോ, ഇത് തന്നെയാണ്. അപ്പൊ നമ്മുടെ RHS എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൻസർ മാറുള്ളൂ. ചെയ്യാനൊന്നും പോകുന്നില്ല. എന്താണ് 28 ആണ്. അപ്പൊ ഓക്കെ ആണ്, കറക്റ്റ് ആണ്. 108 തന്നെ ആവും വരിക. ആവുന്നല്ല ആണ്. അപ്പൊ ഇതാണ് LHS ഈക്വൽ ടു RHS ആണ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചാൽ മതി. LHS is equal to RHS ആണ്. Therefore determinant 3a is equal to 27 into determinant a. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടി തന്നാൽ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താന്ന് പഠിച്ചു, ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ പഠിച്ചു, അഥവാ ഡിറ്റർമിനന്റ് കാണാൻ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്, ഡിറ്റർമിനന്റ് ഓഫ് k is equal to k ഡിറ്റർമിനന്റ് a ആണ്. പിന്നെ അധികം വേറൊന്നും പഠിച്ചു, സിംഗുലർ മാട്രിക്സ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും മാത്രമേ ഇന്നത്തെ ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹോംവർക്കിലേക്ക് പോവാം. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇതോടെ നമ്മുടെ ചാപ്റ്റർ അല്ല, നമ്മുടെ ഈ പാർട്ട് ഇവിടെ ചാപ്റ്റർ തീരെന്ന് പറയാൻ പോകുന്നത് വന്നുകൊണ്ട്. അപ്പം ഇതോടെ നമ്മുടെ എന്താണ് ഈ ചാപ്റ്റർ അല്ല, വീണ്ടും ചാപ്റ്റർ എന്ന് പറയാൻ പോകുന്നത്. ഈ പാർട്ട് ഇവിടെ തീരെയാണ്. വളരെ എളുപ്പമുള്ള ഈ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതുപോലത്തെ മോഡൽ ഇപ്പം നമ്മൾ പഠിപ്പിച്ചതിൽ ഏത് മോഡലാണ് വരിക എന്നറിയോ, ഡിറ്റർമിനന്റിന്റെ അഥവാ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ k⁴ എന്ന് പറഞ്ഞുള്ള ഫോർമാറ്റിലുള്ള ഡിറ്റർമിനന്റ് കെയുടെ ഫോർമാറ്റിലുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇവിടുന്ന് പ്രൂവ് ദാറ്റൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ വരുന്ന ക്വസ്റ്റ്യൻസ് അഥവാ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ടോപ്പിക്ക് നമുക്ക് മൈനർ ആൻഡ് കോ ഫാക്ടർ, പിന്നെ അഡ്ജോയിന്റ്, പിന്നെ ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു കോൺസെപ്റ്റിൻ്റെ പഠിച്ചു പോകുന്നതാണ്. ആദ്യം നിങ്ങൾ എന്താ പഠിക്കുക, ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ കറക്റ്റ് പഠിക്കുക, അഥവാ ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങൾ കറക്റ്റ് പഠിച്ചിരിക്കണം. എന്നാലും നമുക്ക് അടുത്ത ടോപ്പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ളതൊക്കെ കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. മൈനർ കോ ഫാക്ടർ കാണാൻ, അതൊക്കെ എന്താ പറഞ്ഞുതരാം, അഡ്ജോയിന്റ് കാണാൻ, ഇൻവേഴ്സ് കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട്, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. ഞാൻ അടുത്ത ഭാഗത്ത് ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, അടുത്ത ഭാഗത്ത് ഉൾപ്പെടുത്താൻ. നമുക്ക് ഏരിയയുടെ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം, ട്രയാങ്കിളിന്റെ നല്ല ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പം അതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തും. നമുക്ക് ആ ഭാഗത്ത് സെറ്റാക്കി പഠിക്കാം. ഓക്കെ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.